بسم اللہ الرحمن الرحیم نحمدہ و نصلی علی رسولہ الکریم۔ محترم بزرگ بھائیوں، اللہ کا فضل و کرم احسان ہے کہ اللہ تعالیٰ نے ہم سب کو ایمان والا بنایا، حضور اقدس صلی اللہ علیہ وسلم کی امت میں پیدا فرمایا اور دین کی نسبت سے دین کی مجلس میں شرکت کی توفیق عطا فرمائی۔ کسی کو کسی نیک عمل کی توفیق مل جائے، یہ اتنی بڑی سعادت کی بات ہے کہ پوری دنیا کی دولت اس کا مقابلہ نہیں کر سکتی۔ کسی کو سبحان اللہ کہنے کی توفیق مل جائے، کسی کو 2 رکعت نماز پڑھنے کی توفیق مل جائے، پوری دنیا کی بادشاہت سے اور پوری دنیا کی حکومت سے، پوری دنیا کی دولت کے ملنے سے زیادہ قیمتی ہے۔ بسم اللہ الرحمن الرحیم നഹ്മദു വനസ്സല്ലി അലാ റസൂലിൽ കരീം। ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ്റെ വലിയ അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെ ഉൾപ്പെടുത്തി. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുന്ന മജ്ലിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുത്തി. ഒരു നന്മയായ കാര്യം, ദീനിയായ ഒരു കാര്യം ഒരു മനുഷ്യന് ചെയ്യാൻ തൗഫീഖ് കിട്ടുന്നത് അത് ഈ ദുനിയാവിലെ മുഴുവൻ രാജപദവി കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഒരു മനുഷ്യന് സുബ്ഹാനല്ലാഹ് പറയാൻ വേണ്ടി സാധിച്ചു, ഒരു ചെറിയ നന്മ ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദുന്യാവിയായ ബാക്കി എന്തെല്ലാം വലിയ നേട്ടങ്ങൾ നൽകുന്നു അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമായതാണ്. محترم بزرگ بھائیوں، دین کے اعتبار سے جمع ہونا اور دین کی مجلس میں شرکت کرنا، مختلف علاقوں سے، مختلف ملک سے، مختلف قبیلے، مختلف خاندان کے لوگوں کو جمع ہونا دین کی نسبت سے، اللہ کے ذکر کی نسبت سے، یہ بہت زیادہ قیمتی ہے۔ اور اگر گویا کہ ایک مجلس بھی قبول ہو گئی تو گویا کہ آخرت کا تو اس کا بیڑا پار ہے اور اس کو کامیابی ہمیشہ کی مل جائے گی، کیونکہ حدیث پاک میں آتا ہے کہ قیامت کے دن کچھ لوگ ایسے ہوں گے جو موتیوں کے ممبروں پر ہوں گے اور چہرے ان کے چمکتے ہوں گے اور لوگ ان پر رشک کرتے ہوں گے۔ لوگ یہ کہیں گے یہ کون لوگ ہیں؟ نبی ہیں، شہید ہیں، کون ہیں؟ اتنا بڑا مقام قیامت کے دن ان کو کیوں ملا؟ نبیوں کا بڑا مقام ہے، شہید کا بڑا مقام ہے، تو کیا نبی ہیں، شہید ہیں؟ تو بتایا جائے گا کہ نہیں، یہ وہ لوگ ہیں جو اللہ کی نسبت سے مختلف علاقے سے، مختلف خاندان، مختلف قبیلے کے لوگ ایک جگہ جمع ہوئے اور انہوں نے اللہ کا ذکر کیا۔ تو دین کی مجلس میں شرکت کرنا اور اس کے لیے جمع ہونا یہ بہت زیادہ قیمتی ہے۔ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വാഗ്ദാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇജ്തിമായുടെ ആദ്യത്തെ സദസ്സാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സദസ്സ് ഖുബൂലായി കഴിഞ്ഞാൽ നമ്മളുടെ ആഖിറം വെളിച്ചമായി കിട്ടും. ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറുടെ ദിവസം അല്ലാഹു തആല അവരെ മുത്തുകൊണ്ടുള്ള പീഠങ്ങളിൽ മേൽ ഇരുത്തി ബഹുമാനിക്കുന്നതാണ്. അവർ അമ്പിയാക്കളല്ല, ശുഹദാക്കളല്ല. പിന്നെ ആരാണ് അവർ എന്ന് ചോദിക്കപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അവർ ആരാണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരുതി മാത്രം വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം കരുതി അള്ളാഹിനെ കേൾക്കാൻ വേണ്ടി, അള്ളാഹിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സ്, ഒരുമിച്ച് കൂടിയ ആൾക്കാരാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ അങ്ങനെയൊരു സദസ്സായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ماشاءاللہ اس مجلس میں کہاں کہاں کے لوگ جمع ہیں، مختلف علاقے سے، مختلف خاندان، مختلف قبیلے کے لوگ جمع ہیں۔ اگر ہماری بار بار ایسی مجلسوں میں شرکت ہوتی رہے تو کیا پتہ ہے کہ اللہ تعالیٰ اس ایسی مجلسوں کو قبول کر لے اور آخرت میں ہمیں بہت بڑی کامیابی ملنے کا ذریعہ بن جائے۔ സഹോദരന്മാരെ, ഈ സദസ്സ് ഇരിക്കുന്ന ആൾക്കാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന്, വ്യത്യസ്ത നാടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം കരുതി ഇന്ന് ഒരുമിച്ച് കൂടിയ ആൾക്കാരാണ്. ഈ 2 ദിവസത്തെ സമ്മേളനത്തിൽ ധാരാളം സദസ്സുകൾ നടക്കും. ഇതിലേതെങ്കിലും ഒരു സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ രീതിയിലുള്ള വാഗ്ദാനങ്ങൾക്ക് നമ്മൾ അഥവാ അർഹരായി തീരുകയാണെങ്കിൽ നമ്മൾ നാളെ ആഖിറത്തിൽ എത്ര ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. محترم بزرگ بھائیوں، اللہ تعالیٰ نے اس امت کا بڑا مقام بتایا اور اللہ تعالیٰ کے یہاں یہ امت بہت مقبول ہے، اور آتا ہے کہ قیامت کے دن جنتیوں کی صف لگیں گی، 120 صفیں، 120 صفیں ہوں گی، جس میں سے 80 صفیں 80 وہ اس امت کی ہوں گی، اور سب سے پہلے یہی امت جنت میں داخل ہوگی،
اور اس امت کی فضیلت کو اللہ تعالیٰ نے پچھلی امتوں کو بتایا ان کے نبیوں کے ذریعہ کہ ایک امت آنے والی ہے، وہ ایسا کام کرے گی اور ایسے اس کے اعمال ہوں گے۔ چنانچہ اس امت کی بڑی فضیلت ہے اور اس امت کو اللہ تعالیٰ نے بہت بڑا مقام دیا ہے۔ അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിന് അള്ളാഹു തആല വലിയ മഖാം, വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, ഉന്നതമായ പദവി നൽകിയിട്ടുണ്ട്, വലിയൊരു ശ്രേഷ്ഠത അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. നാളെ മഹ്ശറിൽ ബാക്കി മുഴുവൻ നബിമാരുടെ ഉമ്മത്തികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾ ഉൾപ്പെടെയുള്ള നബിമാരുടെ ഉമ്മത്തികളുടെ സഫ് 120 സഫായിരിക്കും. അതിൽ വരുന്നു 80 സഫ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫാണ്, ഉമ്മത്തികളുടെ സഫാണ്. നാളെ സ്വർഗത്തിൽ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഉയർന്ന സ്ഥാനവും പദവിയും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. تو محترم حضور بھائیو، اس امت کو اتنا بڑا مقام ملا ہے، وہ یوں ہی نہیں مل گیا، بلکہ جتنا بڑا کام ہوتا ہے اتنا بڑا مقام ہوتا ہے. تو مقام ملا ہے کام کی وجہ سے. اللہ تعالیٰ نے اس امت کو نبیوں والے کام کے لیے چنا اور اس امت کو خیر امت بتایا کیونکہ دین کا کام کرتی ہے. ہم سب جانتے ہیں کہ حضور صلی اللہ علیہ وسلم رحمت اللہ عالمین ہے اور خاتم النبیین ہیں. اب حضور صلی اللہ علیہ وسلم کے بعد کوئی نبی نہیں آئے گا، اور حضور صلی اللہ علیہ وسلم سارے دنیا کے نبی ہیں، یعنی قیامت تک کے نبی ہیں اور سارے دنیا کے نبی ہیں. تو اب حضور صلی اللہ علیہ وسلم کے تشریف لے جانے کے بعد حضور والا کام کون کرے گا؟ تو اللہ تعالیٰ نے اس کے لیے کسی نبی کو نہیں چنا، اس امت کو چنا کہ اب ساری دنیا میں اور قیامت تک یہ امت دین کا کام کرے گی. اور اسی لیے اس امت کے ذمے ہے دین کے لیے محنت کرنا، کوشش کرنا، اس کے لیے پریشانی برداشت کرنا، اس کے لیے مجاہدہ کرنا، اس کے لیے فکر کرنا، اور اس کے لیے جان مال کو لگانا، اس کے لیے مارے مارے پھرنا، اس کے لیے قربانی دینا. جیسے صحابہ کرام رضی اللہ تعالیٰ مجمعین نے دیا، وہ نبی رسول تھوڑی تھے، وہ امتی تھے، اور انہوں نے ایسی قربانی دی کہ اللہ تعالیٰ نے قرآن شریف ان کی تعریف کی اور ان کی قربانیوں کو اللہ تعالیٰ نے سراہا، اور حضور صلی اللہ علیہ وسلم نے صحابہ کا مقام بتایا کہ یہ ایسے ہیں، ایسے ہیں، ایسے ہیں، ان کا یہ مقام ہے. تو ان کو جتنا بڑا مقام ملا وہ اسی دین کی قربانی کی وجہ سے. ബഹുമാനമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഇത്രയും വലിയൊരു സ്ഥാനം വെറുതെ നൽകപ്പെട്ടതല്ല. അവർക്ക് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൻ്റെയും ജോലിയുടെയും പേരിലാണ്. സ്ഥാനം അവർ ചെയ്യുന്ന ജോലിയുടെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഷരീഫിൽ ഈ ഉമ്മത്തിനെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണെന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ ശ്രേഷ്ഠതയെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്. ഇനി നബിമാരുടെ ശൃംഖലയില്ല, നബിമാരുടെ ശൃംഖല അവസാനിച്ചു കഴിഞ്ഞു, ഇനി ലോകത്ത് നബി വരാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിട്ടാണ്, ഇരു ലോകങ്ങൾക്കും റഹ്മത്തായിട്ടാണ്, അത് മുഴുവൻ ലോകത്തിനും വേണ്ടി ആക്കപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ജനതയ്ക്ക് വേണ്ടി അയച്ചതാണ്. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉത്തരവാദിത്തം ഈ ഉമ്മത്തിൽ കൂടിയാണ് പൂർത്തിയാക്കപ്പെടുന്നത്. ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി ആ ജോലി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ദീനിൻ്റെ പരിശ്രമം ചെയ്യുക. നേരത്തെ നബിമാർ ചെയ്ത ജോലി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ജോലി, ഈ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിലാണ്, ഈ ഒരു ജോലിയുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഇത്ര വലിയ സ്ഥാനം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വരുന്ന കഷ്ടതകൾ അനുഭവിക്കുക, അതിൽ അഥവാ എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാൽ സഹിക്കാൻ തയ്യാറാകുക, അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് വലിയ സ്ഥാനം നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബാക്കൾ, അവർ നബി തങ്ങളുടെ ഉമ്മത്താണ്. അവർ ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കി ജോലി ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, ഇന്ന് ഈ സഹാബി ഇന്ന മഖാമാണ് നാളെ ആഖിറത്തിൽ, ഇന്ന സഹാബിക്ക് ഇന്ന സ്ഥാനമാണ്, ഇന്ന സഹാബിക്ക് ഇന്ന സ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയും ആ സഹാബാക്കളെക്കുറിച്ച് ഖുർആൻ ഷരീഫിൽ എടുത്തു പറയുകയുണ്ടായി, അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ ഈ ദീനിൻ്റെ പരിശ്രമം, നബിമാർ ചെയ്ത പരിശ്രമം, ആ ഉത്തരവാദിത്തം അഥവാ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു സ്ഥാനമാണോ നമുക്ക് നൽകിയിരിക്കുന്നത് ആ സ്ഥാനത്തിന് നമ്മൾ അർഹരായിത്തീരുന്നതാണ്. محترم حضرائیوں، اللہ تعالیٰ نے اس امت کا مقام بتایا ہے، بہترین امت بتایا ہے، اس لیے کہ یہ امت دین کا کام کرتی ہے. اس لیے نہیں بتایا کہ عبادت کرتی، عبادت تو کرنا ہی ہے، یہ تو پچھلی امت میں بھی تھا، ہمیں بھی کرنا ہے. لیکن اس امت کو جو مقام عطا فرمایا اللہ تعالیٰ نے دین کی محنت کی وجہ سے،
اور چنانچہ ربیع بن عامر رضی اللہ عنہ جب ایران کے سرحد پر اور وہاں اس لشکر میں تھے اور ایران کے فوج کا سپہ سالار رستم اس نے بات چیت کے لیے بلایا صحابہ کو. تو ربیع بن عامر رضی اللہ عنہ ایک صحابی ہیں, ان کو بھیجا گیا بات چیت کرنے کے لیے. تو رستم نے یہ پوچھا کہ ہم کیوں آئے ہو یہاں پر, کیا مقصد ہے؟ تو انہوں نے عجیب بات بتائی. انہوں نے کہا کہ اللہ تعالیٰ نے ہم کو مبعوث کیا, یہ لفظ استعمال کیا, مبعوث کیا ہے, جیسے نبی کو بھیجا جاتا تھا وہی لفظ استعمال کیا کہ اللہ تعالیٰ نے ہمیں مبعوث کیا ہے کہ بندے کو مخلوق کی غلامی سے نکال کر خالق کائنات اللہ تعالیٰ کی بندگی اس کی غلامی میں داخل کریں, اور دنیا اور مذاہب کے مظالم سے نکال کر اسلام کے عدل میں داخل کریں, اور دنیا اور آخرت کی تنگی سے نکال کر دنیا آخرت کی وسعت میں داخل کریں. کہ یہ ہم اس امت کا مقصد ہے, انہوں نے بتایا. اور حضور صلی اللہ علیہ وسلم نے آخری حج کے موقع پر باضابطہ یہ ذمہ داری امت کے سپرد کر دی کہ اب یہ امت دین کا کام کرے گی. کہا کہ اب میں نے بات تم تک پہنچا دی. صحابہ نے کہا کہ بے شک آپ نے پہنچا دی, پہنچانے کا حق بھی ادا کر دیا. تو فرمایا کہ اب یہ حاضرین غائبین تک اس پیغام کو پہنچائیں. تو علماء کرام بتاتے ہیں کہ جن لوگوں تک یہ بات پہنچ گئی وہ حاضرین میں داخل ہیں, اور جن تک بات نہیں پہنچی وہ غائبین میں داخل ہیں. تو اس امت کے ذمے ہے دین کے لیے کوشش کرنا, محنت کرنا. جو نبیوں والا کام تھا وہ اللہ تعالیٰ نے اس امت کے سپرد کر دیا ہے کہ اب ساری دنیا میں قیامت تک یہ امت دین کا کام کرے گی. സഹോദരന്മാരെ, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബാക്കിയുള്ള ഉമ്മത്തുകൾ അവർക്ക് ഇബാദത്തിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഇബാദത്തിനോടൊപ്പം ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു സ്ഥാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് നൽകിയിരിക്കുന്നത്. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം റുസ്തമിൻ്റെ കൊട്ടാരത്തിൽ, ഇറാൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകുന്ന സമയത്ത് റുസ്തം ചോദിച്ചു റബീനോട്, നീ എന്തിനാണ് വന്നത്? ആ സമയത്ത് റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വന്നതല്ല, അയക്കപ്പെട്ടതാണ്. ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അയക്കപ്പെട്ടിരിക്കുകയാണ്. ഏതുപോലെ നബിമാരെ അയക്കപ്പെടുമായിരുന്നോ സമൂഹത്തിലേക്ക്, അതുപോലെ ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അയക്കപ്പെട്ടിരിക്കുന്നത്? സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിൻ്റെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടതാണ്. സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടതാണ്. ബാക്കി മതങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രകാശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടതാണ് ഞങ്ങൾ. അതേപോലെ തന്നെ ദുനിയാവിൻ്റെ ഇടുങ്ങിയ ജീവിതത്തിൽ നിന്ന് ആഖിറത്തിൻ്റെ വിശാലതയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ സഹാബാക്കൾ ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ പേരിൽ അല്ലാഹു തആല അവർക്ക് സ്ഥാനം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അവസാനമായി പറയുകയുണ്ടായി, ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ആ സമയത്ത് സഹാബാക്കൾ എന്ത് ചെയ്തു? അവർ ഉത്തരവാദിത്തം മനസ്സിലാക്കി, അവർ പരിശ്രമം ചെയ്തു. ഉലമാക്കൾ പറയുന്നു, ഈ സന്ദേശം ആരിലേക്കെല്ലാം എത്തുന്നോ അവർ ഹാജറുള്ളവരിൽ ഉൾപ്പെട്ടവരാണ്. ആരിലേക്കെല്ലാം ഈ സന്ദേശം എത്തുന്നില്ലയോ അവർ ഹാജരില്ലാത്തവരിൽ ഉൾപ്പെട്ടവരാണ്. അതായത് ആർക്കെല്ലാം ഈ ദീനിൻ്റെ സന്ദേശം കിട്ടുന്നുവോ അവരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു സന്ദേശത്തെ ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ. അതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്തം നൽകി അയക്കപ്പെട്ട സമൂഹമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം. मोहतरम बुजुर्ग भाइयों, हम सब जानते हैं साहबा कराम रज़ियल्लाहु मजमईन की वो जमात है जिनकी बराह रास्त डायरेक्ट अल्लाह उसके रसूल के ज़रिए तरबियत हुई है ना. शुरू से ही उनकी तरबियत अल्लाह उसके रसूल के, उन्हीं के ज़माने में वही नाजिल हो रही है और आ रहा है कि ये सही है, ये गलत है, तुमको इस तरह करना था, इस तरह से करना चाहिए. तो पूरी तफसील अल्लाह उसके रसूल के ज़रिए पूरी उनकी तरबियत हुई. वो सबसे ज़्यादा दीन को जानने वाले और दीन को समझने वाले थे. तो उनको ये बात भी उनकी समझ में आ गई कि इस उम्मत के ज़िम्मे काम क्या है. चुनांचे हम सब देखें कि सहाबा कराम रज़ियल्लाहु मजमईन की बड़ी तादाद हज के मौके पर, आखिरी हज के मौके पर शरीक थी हुज़ूर सल्लल्लाहु अलैहि वसल्लम के साथ. 1.25 लाख तादाद बताई जाती है. और उलमा कराम ने उसके बाद तकरीबन 10 महीने और हुज़ूर सल्लल्लाहु अलैहि वसल्लम के वफ़ात से पहले लोग आते रहे, ईमान में दाखिल होते रहे, और 2.5 लाख 2 लाख
کے قریب صحابہ کی تعداد بتائی جاتی ہے. تو لیکن اگر دیکھیں گے حجاز پاک میں صرف 10-15 ہزار صحابہ کی قبریں، پھر کہاں چلے گئے وہ صحابہ کی اتنی بڑی تعداد، وہ کہاں چلی گئی؟ تو دنیا کے مختلف حصوں میں وہ پھیل گئے، وہاں ان کی قبریں بن گئیں. وہ جانتے تھے کہ اس امت کا مقصد حیات کیا ہے، کس لیے اللہ تعالیٰ نے اس امت کو دنیا میں بھیجا ہے. وہ حرم کا اجر و ثواب، حرم میں نیکی کرنے کا اجر و ثواب، حرم کی اہمیت سے واقف تھے کہ مکے میں نماز پڑھیں تو 1,00,000 نماز پڑھنے کا ثواب، مدینہ منورہ میں مسجد نبی میں حضور کی مسجد میں نماز پڑھیں تو 50,000 نماز کا ثواب. اور ہر وقت ان سب جگہوں پر رحمتیں برکتیں نازل ہوتی رہتی ہیں. تو وہ مکے مدینے کو پکڑ کے نہیں بیٹھے کہ ہم یہیں عبادت کرتے رہیں، ہمیں ادھر ادھر جانے کی کیا ضرورت ہے، ہم نے تو حضور صلی اللہ علیہ وسلم کے ساتھ اتنی دین کی محنت کی ہے اور بڑا اجر و ثواب حاصل کیا ہے. بلکہ وہ جانتے تھے کہ اس امت کا مقصد کیا ہے. تو آپ دیکھیں چین میں ان کی قبریں ہیں، رشیا میں ان کی قبریں ہیں، افریقہ میں اس کی قبریں ہیں، یہاں اس علاقے میں ساؤتھ انڈیا میں بھی قبریں بتائی جاتی ہیں، اور پتہ نہیں کہاں کہاں ان کی قبریں بن گئی ساری دنیا میں. تو وہ جانتے تھے کہ اس امت کا مقصد کیا ہے. تو مکہ مدینہ کو پکڑ کے نہیں بیٹھے بلکہ ساری دنیا میں پھیل گئے. اور چنانچہ اللہ تعالیٰ نے ان کی تعریف کی ہے صحابہ کرام رضی اللہ عنہم اجمعین کی، اور جو منیمم لیول بھی بتایا ہے ایمان لانے کا، آمنو کما آمن الناس، جس طرح سے ان لوگوں نے ایمان قبول کیا ہے ویسے تم ایمان قبول کرو. سارے دنیا کے انسانوں کو قرآن کے ذریعے دعوت دی گئی، اس طرح سے ایمان قبول کرو جس طرح سے انہوں نے کیا. اور بڑا مقام بھی صحابہ کا بتایا، بڑا مقام حاصل کرنا چاہتے ہو وہ بھی صحابہ کی طرح حاصل کرو. اور وہ کہا گیا والسابقون الاولون من المہاجرین والانصار والذین اتبعوہم بإحسان رضی اللہ عنہم ورضوا عنہ. کہ جو رضا جو جنت میں سب سے آخری چیز ہے جو جنتی کو ملے گی، وہ اللہ تعالیٰ نے صحابہ کو دنیا ہی عطا فرما دیا. آتا ہے کہ جنتی جب جنت میں پہنچ جائیں گے اور ہر طرح کی نعمتیں ملیں گی، جو دل میں خواہش تمنا پیدا ہوگی وہ بھی پیش کر دیا جائے گا، جو مانگیں گے وہ بھی حاضر کر دیا جائے گا. تو اللہ تعالیٰ پوچھیں گے کہ تو اور کیا چاہیے؟ تو جنتی کہیں گے کہ اللہ تعالیٰ آپ نے تو سب کچھ عطا فرما دیا، اب ہمیں کیا چاہیے؟ تو اللہ تعالیٰ اپنی رضا عطا فرمائے کہ میں تم سے راضی ہو گیا ہمیشہ کے لیے، میں نے رضا عطا فرما دی تم کو. تو جنتیوں کو اتنی خوشی ہوگی کہ اگر وہ موت ہوتی وہاں تو خوشی کے مارے وہ مر جاتے، بہت زیادہ خوشی ہوگی. یہ سب سے آخر میں جنتی کو ملے گا. وہ صحابہ کو اللہ تعالیٰ نے دنیا ہی میں عطا فرما دی. اور ہمارے بہت بڑے بزرگ گزرے تھے، مولانا علی میاں صاحب، مولانا ابو الحسن ندوی رحمۃ اللہ علیہ، لکھنؤ کے ندوۃ العلماء کے. تو وہ فرماتے تھے کہ اللہ تعالیٰ نے صحابہ کی بہت سی تعریف کی ہے، بہت سے اعمال کی ان کی تعریف کی ہے، ان کی بہت سی صفات کی تعریف کی ہے، لیکن جو اپنی رضا عطا فرمائی ہے وہ صفت ہجرت اور صفت نصرت میں، کہ جو اس صفت ہجرت اور نصرت میں اللہ صحابہ کرام رضی اللہ عنہم اجمعین کی نقل کرے گا، اللہ کے راستے میں نکلنا اور نکلنے والوں کا ساتھ دینا. تو صفت ہجرت اور صفت نصرت میں جو صحابہ کرام رضی اللہ عنہم اجمعین کی نقل کرے گا اس کو اللہ تعالیٰ نے اپنی رضا عطا فرمائی کہ وہ دنیا ہی میں اللہ تعالیٰ اس سے راضی ہو جائیں گے، اور وہ اللہ سے راضی ہو جائے گا اور اللہ تعالیٰ اس کو دنیا ہی میں اپنی رضا عطا فرما دیں گے، جس طرح صحابہ کرام رضی اللہ عنہم اجمعین کو عطا فرمایا. ബഹുമാനമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ മനസ്സിലാക്കിയവരായിരുന്നു സഹാബാക്കൾ. നബി തങ്ങളെ സ്ഥിരമായി കാണുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹി കേൾക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ദീനിനെ മനസ്സിലാക്കിയ ആൾക്കാരാണ് ആര്? സഹാബാക്കൾ. ആ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കി, ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കി. നമുക്കറിയാം, ഹജ്ജത്തുൽ വിദായുടെ സന്ദർഭത്തിൽ സഹാബാക്കളുടെ എണ്ണത്തെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, ഏകദേശം 1.25 ലക്ഷത്തോളം സഹാബാക്കളുണ്ടായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. അപ്പം ആ കാലഘട്ടം ആയപ്പോഴേക്ക് ഏകദേശം സഹാബാക്കളുടെ എണ്ണം ഒരു 2 ലക്ഷമോ അതിൽ കുറച്ച് കൂടുതലാവാം. പക്ഷെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, ഈ 2 ലക്ഷം സഹാബാക്കളിൽ മുഴുവൻ ഹിജാസ്, മക്കയും മദീനയും മുഴുവൻ പരിസര പ്രദേശങ്ങളും എല്ലാം കൂടിക്കഴിഞ്ഞാൽ ഏകദേശം 10-12 സഹാബാക്കളുടെ ഖബറുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കി മുഴുവൻ സഹാബാക്കൾ എവിടെ പോയി? അവരെന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്? അവരുടെ മുഴുവൻ ഖബറുകളും ലോകത്തിൻ്റെ നാനാഭാഗത്തും ചെതറിക്കിടക്കുകയാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം മനസ്സിലാക്കി
ആ ലക്ഷ്യത്തോടുകൂടി ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു. അവരുടെ ഖബറുകൾ ചൈനയിലുണ്ട്, അവരുടെ ഖബറുകൾ റഷ്യയിലുണ്ട്, അവരുടെ ഖബറുകൾ ആഫ്രിക്കയിലുണ്ട്. നമുക്കറിയാൻ സാധിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യൻ്റെ ഭാഗത്തും സഹാബാക്കളുടെ ഖബറുകൾ ഉള്ളതായിട്ട് പറയപ്പെടും. ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും സഹാബാക്കൾ അവർ യാത്ര ചെയ്തു ദീനിൻ്റെ പരിശ്രമത്തിന് വേണ്ടി. പക്ഷെ അവർ ഉപേക്ഷിച്ച ഏത് സ്ഥലമാണ്? അവർ ഉപേക്ഷിച്ചത് മക്കയാണ്, അവർ ഉപേക്ഷിച്ചത് മദീനയാണ്. പവിത്രമായ സ്ഥലങ്ങളെ ഉപേക്ഷിച്ചാണ് അവർ യാത്ര ചെയ്തത്. മക്കയിൽ ഒരു റക്അത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലമാണ്. മദീനയിൽ ഒരു റക്അത്തിന് 50,000 റക്അത്തിൻ്റെ പ്രതിഫലമാണ്. പിന്നെ അവിടുത്തെ റഹ്മത്തുകൾ, അവിടുത്തെ ബറക്കാത്തുകൾ, ഇതെല്ലാം ഉപേക്ഷിച്ച് സഹാബാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും യാത്ര ചെയ്യാനുള്ള കാരണം എന്താണ്? അവരെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുകയും ചെയ്തു. ഒരു മിനിമം ലെവൽ, ഏറ്റവും താഴ്ന്ന ലെവലിൽ നമ്മളോട് പറഞ്ഞു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ വിശ്വസിക്കണം ഈ ജനങ്ങളെപ്പോലെ. ഏത് ജനങ്ങളെപ്പോലെ? സഹാബാക്കളെപ്പോലെ. ആ അളവിലുള്ള വിശ്വാസം ഏറ്റവും കുറഞ്ഞ അളവിൽ നമുക്ക് ആവശ്യമാണ്. പിന്നെ മാത്രമല്ല, ആ സഹാബാക്കളുടെ ഏറ്റവും ഉയർന്ന പദവിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഏറ്റവും ഉയർന്ന പദവിയെക്കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് ആ ഉയർന്ന പദവി? ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവന് മുഴുവൻ അനുഗ്രഹങ്ങളും നൽകി. എത്രത്തോളം? അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. ആഗ്രഹിച്ചാൽ മതി, അപ്പോൾ തന്നെ അവൻക്കത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അതെല്ലാം കഴിഞ്ഞു. പിന്നെ അവസാനമായി സ്വർഗത്തിൽ കിട്ടുന്നൊരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസിയോട് ചോദിക്കും, നീ എന്തായി? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പം ഇവർ പറയും, എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായ സംതൃപ്തിയിലാണ്. അവസാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസിക്ക് കൊടുക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസിയോട് പറയും, ഞാൻ നിന്നിൽ തൃപ്തരാണ്. അള്ളാഹുവിൻ്റെ റസ, അള്ളാഹുവിൻ്റെ തൃപ്തി ഒരു സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം സ്വർഗത്തിൽ അവസാനമായി കിട്ടുന്ന നിഅമത്താണ്. പക്ഷേ ഇത്രയും വലിയ ഉയർന്ന നിഅമത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു തആല നൽകുകയുണ്ടായി. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടു. അലി മിനാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഹസൻ അലി നദവി സാബ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഉയർന്ന പദവി സഹാബാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അള്ളാഹുവിൻ്റെ തൃപ്തിയാകുന്ന പദവി, രണ്ട് സിഫത്തുകളുടെ പേരിലാണ്. ഒന്ന് സിഫത്തെ ഹിജ്റത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര, സിഫത്തെ ഹിജ്റത്ത്. മറ്റൊന്നെന്താണ്? സിഫത്തെ നുസ്രത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് വരുന്ന സംഘത്തിന് അവർക്ക് നുസ്രത്ത് ചെയ്യാം, അവർക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. അപ്പോൾ ആരെല്ലാം ഈ രണ്ട് ഗുണങ്ങൾ, ഈ സഹാബാക്കളുടെ ഈ രണ്ട് ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നുവോ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഉയർന്ന പദവി അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നതാണ്. मोहतरम बुजुर्ग भाइयों, और हम क्या समझते हैं कि हम नमाज पढ़ लें, इबादत कर लें, रोज़ा रख लें, हज ज़कात कर लिया, अरकान इस्लाम को पूरा कर दिया, तो कुछ अखलाक हमारे अच्छे हैं, हम लोगों की मदद कर देते हैं, सदका ज़कात कर दे देते हैं, ज़रूरत में काम आते हैं, तो हम समझते हैं कि ये हम क्या कहेंगे, बहुत पक्के मुसलमान हैं, बहुत अच्छे मुसलमान हैं, ये बहुत अच्छे अमल है, ये तो कोई शक नहीं है। लेकिन सहाबा कहते थे कि हम तो ये समझते थे कि जो मदीना मुनव्वरा में जिसका इंतकाल हो जाता है बहुत घटिया मुसलमान है, मामूली दर्जे का मुसलमान, कोई बड़े दर्जे का नहीं है। कहा कि यही हमारे जहन में था, यहाँ तक कि हुजूर सल्लल्लाहु अलैहि वसल्लम का विसाल हुआ, फिर अबू बकर रज़ियल्लाहु अन्हु का विसाल हुआ, तब हमारे जहन में ये बात आई कि नहीं भाई, साहिब मुकाम हो के भी अपने मुकाम पर उसका इंतकाल हो सकता है। कहा लेकिन उससे पहले हम लोग क्या समझते थे कि भाई अगर अच्छे दर्जे का, बड़े दर्जे का मुसलमान होता तो अल्लाह के रास्ते में इसकी शहादत होती, या अल्लाह के रास्ते में इसका इंतकाल होता, ये घर पर क्यों मरा। अब खालिद बिन वलीद रज़ियल्लाहु अन्हु कहते हैं कि मैं तो 30 दफ़ा तो इस इरादे से निकला कि मुझे वापस ही नहीं लौटना है, अल्लाह के रास्ते में वहीं अपनी जान दे देनी है। और कहा कि आज इंतकाल के वक्त कह रहे हैं कि आज मैं ऊँट की तरह घर पर मर रहा हूँ। वो भी उसको बहुत घटिया समझ रहे हैं कि मैं अपने घर पर मेरी जान जा रही है, वे तो अल्लाह के रास्ते में जान जानी चाहिए थी। ये था सहाबा का जज्बा कि ये रास्ता कितना, कि यहाँ जो है अल्लाह ताला के रास्ते में मैं काम आ जाऊँ। तो सहाबा इसलिए फरमाते हैं कि हम ये उसको मदीना मुनव्वरा में जिसका इंतकाल हो जाए हम बहुत मामूली मुसलमान समझते थे। तो जब हुजूर सल्लल्लाहु अलैहि वसल्लम का विसाल हुआ और हज़रत अबू बकर रज़ियल्लाहु अन्हु का वहीं विसाल हुआ मदीना मुनव्वरा में, तब कहा कि नहीं, ऐसी बात नहीं है भाई, साहिब मुकाम हो के भी अपने मुकाम पर उसका इंतकाल हो सकता है। तो मोहतरम बुजुर्ग भाइयों, और हम क्या समझ रहे हैं कि इबादत कर लें छुट्टी, किसी हम पिछले नबी की उम्मती होते तो शायद इबादत करके छुट्टी हो जाती, लेकिन हुजूर सल्लल्लाहु अलैहि वसल्लम की उम्मत में होने के बाद
सिर्फ इबादत से छुट्टी नहीं होगी, यहाँ पर दोनों जिम्मेदारी है, दीन पर चलने की भी जिम्मेदारी है और दीन की मेहनत की भी जिम्मेदारी है। अब बताएं, हम सब सुनते रहते हैं वाकया कि बनी इसराइल में 3 तबके हो गए थे। एक बेदीन थे जो अल्लाह के नाफरमान थे, दूसरा दीनदार तबका था जो अल्लाह की फरमाबरदारी इताअत कर रहा था, तीसरा तबका वो था जो खुद भी दीनदार था और लोग समझा रहा था कि देखो भाई ऐसा मत करो। हालांकि बनी इसराइल के ज़िम्मे दीन की मेहनत नहीं थी, वो तो नबी के ज़िम्मे काम था। एक नबी के बाद दूसरे नबी आते थे, बाज़ दफ़ा कई नबी होते थे, जैसे मूसा अलैहिस्सलाम के साथ हारून अलैहिस्सलाम, और बाज़ दफ़ा तो और भी बहुत ज़्यादा 25, 30, 40, 50 इस तरह के नबी होते थे एक वक्त में, बहुत ज़्यादा। तो बनी इसराइल के ज़िम्मे बाज़ाब्ता दीन की मेहनत नहीं थी, सिर्फ यह था कि भाई कोई ऐसी नाफरमानी हो रही तो अल्लाह समझा दो बस। लेकिन दीन के लिए कोशिश करना, मेहनत करना, अपने जान माल को लगाना, उसके लिए मार फिरना, उसके लिए परेशानी बर्दाश्त करना, यह बनी इसराइल के ज़िम्मे नहीं था। तो जब उन्होंने ये काम नहीं किया, उनके सामने अल्लाह की नाफरमानी हो रही थी और उसको रोकने की कोशिश नहीं की, तो क्या हुआ? अल्लाह ताला की तरफ से पकड़ आ गई। उस पकड़ में बेदीन तो गए ही, वो उस पकड़ में आ गए बेदीन, और दीनदार तबका भी नहीं बचा। सिर्फ वही तबका बचा जो खुद अपनी ज़ात से दीन पर भी चल रहा था और दीन की मेहनत भी कर रहा था, समझा रहा था लोगों को। तो बनी इसराइल के ज़िम्मे जब बाज़ाब्ता दीन की मेहनत नहीं थी, उसके बावजूद उनकी पकड़ हो गई इतनी सी बात पर कि तुम्हारे सामने अल्लाह की नाफरमानी हो रही थी, तुमने रोकने की कोशिश क्यों नहीं की? लेकिन इस उम्मत को, जबकि अल्लाह ताला ने इस उम्मत का मकसद हयात यही बताया कि इस उम्मत को इसी काम के लिए निकाला है, और हुजूर वाले काम के लिए, हुजूर सल्लल्लाहु अलैहि वसल्लम की नियाबत, हुजूर सल्लल्लाहु अलैहि वसल्लम की खिलाफत, हुजूर वाले काम के लिए इस उम्मत को पैदा किया। जो ड्यूटी है, जो रिस्पॉन्सिबिलिटी है, जो जिम्मेदारी मिली है, वही ये उम्मत ना करे तो फिर उस उम्मत का क्या होगा भाई? हम सब सोच सकते हैं। इसलिए एक बुजुर्ग ने फरमाया कि इस उम्मत की सबसे बड़ी गलती और कोताही यह है कि इस उम्मत ने दीन के काम को छोड़ दिया, जिसका 2 नुकसान हुए उसके। पहला तो यह हुआ कि खुद इसकी ज़िंदगी से दीन निकलता चला गया और दीन जो सारी दुनिया में फैल रहा था वो भी रुक गया। तो मोहतरम बुजुर्ग भाइयों, तो सिर्फ हम अपनी ज़ात से बात कर लें ये काफ़ी नहीं है। ये इस उम्मत का मकसद है कि अल्लाह के दीन के लिए मेहनत करना, इसके लिए जान माल लगाना, नबियों के ने जिस तरह से दीन की मेहनत की उस तरह से दीन की मेहनत करना, ये इस उम्मत के ज़िम्मे है। ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മളിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഒരു മനുഷ്യൻ നോമ്പ് വെച്ചു, സക്കാത്ത് കൊടുത്തു, നമസ്കരിച്ചു, ഹജ്ജ് ചെയ്തു, അവൻ നല്ല സ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറി, അവൻ നല്ല മുസ്ലിമാണ്, അവൻ ശരിയായി, അവൻ രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഉമ്മത്ത് എന്ന നിലയിൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാകുന്നപ്പോഴാണ്, നമ്മൾ ഏൽപ്പിച്ച ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്താണ്, നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൂടി ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഉത്തരവാദിത്തം പൂർത്തിയാക്കിയ ആൾക്കാരായിട്ട് നമ്മൾ എണ്ണപ്പെടുന്നത്. സഹാബാക്കൾ അവർ നന്മകളെല്ലാം ചെയ്യുന്നവരായിരുന്നു. പക്ഷേ സഹാബാക്കളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ, ഒരു സഹാബി മദീനയിൽ മരിക്കുകയാണെങ്കിൽ, മദീനയിൽ തന്നെ മരിച്ചു, മദീനയിൽ തന്നെ മറമാടി, അതായത് അദ്ദേഹത്തിന് ദീനിൻ്റെ വഴിയിൽ യാത്ര ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവന് ഷഹീദാവാൻ സാധിച്ചില്ല, അവരെക്കുറിച്ച് അവർ മനസ്സിലാക്കിയത് ഒരു സാധാരണ രീതിയിലുള്ള മുസ്ലിമാണ്. പിന്നെ സഹാബാക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ മാറിയത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉയർന്ന മഖാം, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഉയർന്ന മഖാം, അവർ മരണപ്പെട്ടത് മദീനയിലാണ്. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ ചിന്താഗതി മാറിയത്. പക്ഷേ എങ്കിലും പൊതുവെ സഹാബാക്കളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു, ഒരു മനുഷ്യൻ മദീനയിൽ തന്നെ ജീവിച്ചു, മദീനയിൽ തന്നെ മരിച്ചു, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവാനുള്ള സന്ദർഭം കിട്ടിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് എവിടെയെങ്കിലും ഷഹീദാവാനുള്ള സാധ്യത കിട്ടിയില്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരു സാധാരണ രീതിയിലൊരു മുസ്ലിമായി മനസ്സിലാക്കുമായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 30 യാത്രകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഇനി തിരിച്ചു വരാൻ വേണ്ടി പാടില്ല, ഈ വഴിയിൽ ഷഹീദാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ 30 യാത്രകൾ ചെയ്തു. പക്ഷേ അവസാനം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ, നാട്ടിൽ തന്നെ മരിക്കേണ്ടി വന്നു. ഒരു ഒട്ടകം സാധാരണ മരിക്കുന്നത് പോലെ മരിക്കേണ്ടി വന്നു. അപ്പം അദ്ദേഹം അവരെല്ലാം മനസ്സിലാക്കിയത്, സ്വയത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കാൻ സാധിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് അതിലായിട്ട് തന്നെ ഷഹീദാവുക, അത് അവർ സഹാബാക്കൾ വലിയൊരു പദവിയായ സഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മളും ദീൻ്റെ പരിശ്രമത്തിൽ നമ്മളുടെ സമയത്ത് ചെലവഴിക്കാൻ സാധിക്കുന്നത്
വലിയ ഉയർന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഒരു പദവിയാക്കി മനസ്സിലാക്കുകയും ഒരു ഉത്തരവാദിത്വമായി മനസ്സിലാക്കുകയും അതിനെ പൂർത്തിയാക്കുകയും ചെയ്യണം. ബനി ഇസ്രായേലിൻ്റെ സംഭവം നമുക്കറിയാവുന്ന സംഭവമാണ്. ഖുർആൻ ശരീഫ് അള്ളാഹു തആല പറയുന്നുണ്ട്. ബനി ഇസ്രായേൽ ഒരു സംഭവത്തിൽ പറയുന്നവർ 3 കൂട്ടം ജനങ്ങളാണ്. ഒന്ന് ദീനില്ലാത്തവർ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിരാകരിച്ച ഒരു കൂട്ടം, ഒന്നാമത്തൊരു കൂട്ടം. രണ്ടാമത്തൊരു കൂട്ടം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചവർ, ദീനനുസരിച്ച് ജീവിച്ചവർ, രണ്ടാമത്തെ കൂട്ടം. മൂന്നാമത്തൊരു കൂട്ടം ഏതാണ്? അവർ സ്വന്തം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അതോടൊപ്പം അനുസരിക്കാത്തവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദീനിൻ്റെ പരിശ്രമം ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുകയും ചെയ്ത ആൾക്കാർ. ഇങ്ങനെ 3 കൂട്ടം ജനങ്ങൾ. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ആ ശിക്ഷ പിടിച്ചത് ആരൊക്കെയാണ്? ഒന്ന്, നിരാകരിച്ചവരെ, അനുസരിക്കാത്തവരെ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും. അവരെ ശിക്ഷ പിടിച്ചു, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ശിക്ഷ ഇറങ്ങി. രണ്ടാമത്, അനുസരിക്കുന്നവരുടെ മുകളിലും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ശിക്ഷ ഇറങ്ങി, അവരും ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരാണ്? പിന്നെ സ്വയം അനുസരിക്കുകയും സ്വന്തം ജീവിക്കുകയും സ്വയം അനുസരിക്കുകയും അനുസരിക്കാത്തവരെ ക്ഷണിക്കുകയും ചെയ്ത ആൾക്കാരെ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ശിക്ഷയിൽ അള്ളാഹു തആല ഒഴിവാക്കിയത്. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിൻ, ദീനിൻ്റെ പരിശ്രമത്തെ, ജനങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന പരിശ്രമത്തെ ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ട ഈ ഉമ്മത്ത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, ആ ബനി ഇസ്രായേലുകളുടെ സമൂഹത്തിന് ദീനിൻ്റെ പരിശ്രമം, ജനങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉത്തരവാദിത്തമായി അവരുടെ മുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ദുനിയാവിൽ ശിക്ഷ ഇറങ്ങിയ സമയത്ത് അത് ചെയ്യാത്തവരെ കൂടി ആ ശിക്ഷ പിടികൂടുകയുണ്ടായി. പക്ഷെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തോ, ഈ ഉമ്മത്ത് ദീനിൻ്റെ പരിശ്രമം ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ട സമൂഹമാണ്. അഥവാ നമ്മൾ ഈ ഉത്തരവാദിത്തം ചെയ്തില്ലെങ്കിലോ പിന്നെ അള്ളാഹുവിൻ്റെ നടപടി എന്തായിരിക്കും? അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ പരിശ്രമത്തെ നമ്മൾ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. ഈ പരിശ്രമത്തെ നമ്മൾ ചെയ്യണം. ഉലമാക്കൾ പറയുന്നു, ദീൻ്റെ പരിശ്രമത്തെ ഉപേക്ഷയുടെ പേരിൽ 2 വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. 2 വലിയ നഷ്ടങ്ങൾ. ഒന്നാമത്തെ നഷ്ടം, ദീനുള്ള ആളുകളിൽ നിന്ന് തന്നെ ദീൻ മെല്ലെ മെല്ലെ ഇല്ലാതായി. ദീനുള്ള ആളുകളിൽ നിന്ന് തന്നെ ദീൻ മെല്ലെ മെല്ലെ ഇല്ലാതായി, ഒന്നാമത്തെ നഷ്ടം. രണ്ടാമത്തെ നഷ്ടം എന്താണ്? ദീനില്ലാത്ത ആൾക്കാരിൽ ദീൻ എത്തുന്നത് എന്തായി? തടയപ്പെട്ടു. ഈ വലിയ 2 നഷ്ടങ്ങൾ ദീനിൻ്റെ പരിശ്രമം നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ സഹോദരന്മാരെ ഉണ്ടാകുകയുണ്ടായി. मोहतरम बुजुर्ग भाइयों, हम सब अक्सर वाक़या सुनते रहते हैं तबूक का वाक़या, कि उस मौके पर 3 सहाबा रह गए थे जो अल्लाह के जो उस रास्ते में नहीं गए, अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम के साथ नहीं जा सके. हालांकि 30,000 गए थे, 30,000 में सिर्फ 3 रह गए थे. और वहाँ से वापसी पर उनका सोशल बायकाट कर दिया गया, हुक्का पानी बंद कर दिया गया, उनको सबसे अलग कर दिया गया, सलाम कलाम सब बंद. अल्लाह ताला की तरफ से तंबीह हुई उनकी, और 50 दिन उन्होंने रो के गुजारे. खुद कुरान में है कि ज़मीन बावजूद वसअत के उन पर तंग हो गई. और सोचे कि उनका क्या ऐसा जुर्म था? क्या वो नमाजी नहीं थे? क्या इबादत नहीं कर रहे थे? क्या दीनदार नहीं थे? और उन्होंने कौन सा ऐसा जुर्म किया था? क्या ज़ना किया था? क्या शराब पी थी? किसी का कत्ल किया था? मर्डर किया था? क्या किया था? डकैती डाली थी? क्या किया था? ऐसा कुछ भी नहीं. इबादत करने वाले थे. लेकिन उन्होंने बस एक चूक हो गई, एक गलती हो गई, उसमें मिस्टेक, कि उन्होंने ये समझा कि हर दफ़ा जाते रहे, एक दफ़ा नहीं गए तो क्या होगा. इस रास्ते को, अल्लाह के रास्ते में निकलने को उन्होंने हल्का समझा, अंडर एस्टिमेट किया कि एक दफ़ा नहीं गए तो क्या होगा. हालांकि 2 तो बदरी थे. बदरी सहाबी के बारे में पूरी उम्मत में सबसे बड़ा मुकाम बदरी साहबा का है ना. और उनके लिए अल्लाह ताला उनसे इतने राज़ी हुए, इतने खुश हुए कि अल्लाह ताला की तरफ से है कि उनके अगले पिछले गुनाह हो तो वो भी माफ़. वहाँ तो माफ़ कर दिया गया, लेकिन इस काम में माफ़ नहीं किया गया कि अल्लाह के रास्ते में जाना था, क्यों नहीं गए. और उन्हीं वजूहात से वो लोग नहीं गए जिसकी वजह से हम लोग रुक जाते हैं. एक माल की ज़्यादती की वजह से नहीं गए, एक रिश्तेदार सब जमा हो गए थे इस वजह से नहीं गए, एक सुस्ती काहली की वजह से नहीं गए, कह रहे मैं चला जाऊंगा, कौन सी ऐसी जल्दी है, और मेरी सवारी तेज़ है, जाके बाद में पकड़ लूँगा, है ना. तो जिन चीज़ों की वजह से हम अल्लाह के रास्ते में निकलने से रुक जाते हैं, वही हालात अल्लाह ताला ने उन पर लाए, है ना. और उसके बाद वो रुक गए, नहीं जा सके. फिर क्या हुआ आप देखिए, सलाम कलाम भी बंद है. अगर उनका इंतकाल हो जाता तो हुजूर सल्लल्लाहु अलैहि वसल्लम जनाजे की नमाज भी नहीं पढ़ते, और हुजूर सल्लल्लाहु अलैहि वसल्लम का इंतकाल हो जाता तो वो ज़िंदगी भर ऐसे ही रह जाते, सलाम कलाम भी बंद.
کوئی ملنا جلنا سب بند. بیوی بچوں کو بھی ان سے الگ کر دیا گیا. ایسی تنبیہ ایسی وارننگ دی گئی. وہ وارننگ ان کے لیے نہیں ہے, وہ تنبیہ ان کے لیے نہیں ہے, وہ ہم لوگوں کے لیے اور قیامت تک کے آنے والے مسلمانوں کے لیے ہے کہ اگر اتنے بڑے مقام والے لوگ جو بدری ہیں, اتنا بڑا ان کا مقام ہے, اگر وہ لوگ بھی دین کی محنت سے پیچھے ہٹ جائیں گے یا دین کی محنت میں کوتاہی کریں گے تو اللہ تعالیٰ ان کی رعایت نہیں کرے گا اور پھر اللہ کی پکڑ آئے گی. اور نتیجہ بھی اللہ تعالیٰ نے دکھا دیا. اس دین کی محنت نہ کرنے کا نتیجہ کیا ہوگا کہ حضور صلی اللہ علیہ وسلم کی موجودگی میں صحابہ کو, ہم جیسے کو نہیں, صحابہ کو کفر کی دعوت پہنچ گئی. کافر بادشاہ نے خط لکھا کعب بن مالک رضی اللہ عنہ کو, تم آ جاؤ ہمارے پاس, ہم تمہیں نوازیں گے, ہم تمہیں بڑا مقام دیں گے, ہم تمہیں عزت دیں گے, ہمارے پاس آ جاؤ. وہاں آنے کا کیا مطلب ہے کہ ہمارے مذہب کو اختیار کرو. اس زمانے میں اسٹیٹ ریلیجن ہوتا تھا, جو بادشاہ کا مذہب وہی عوام کا مذہب ہوتا تھا. عوام کو اختیار نہیں تھا کہ کوئی دوسرا مذہب اختیار کر لے, اڈاپٹ کر لے. بادشاہ کے مذہب کو اختیار کرنا پڑتا تھا. اسی لیے صحابہ کو مقابلے کی ضرورت پیش آ جاتی تھی, کیونکہ وہ نہ دین کی دعوت دینے دیتے تھے, نہ کسی کو اپنے ملک میں دوسرا مذہب اختیار کرنے دیتے تھے. تو اس نے دعوت دی کہ آؤ ہمارے پاس آ جاؤ, ہم نوا دیں گے, ہم تمہیں بڑا مقام دیں گے, ہم تمہیں عزت دیں گے. تو حضور صلی اللہ علیہ وسلم کے زمانے میں ہی میں صحابہ کو کفر کی دعوت پہنچ گئی. تو اللہ تعالیٰ نے قیامت تک کے آنے والے مسلمانوں کو بتا دیا کہ تم اگر دین کی محنت نہیں کرو گے تو یہ انجام ہوگا. یہاں تک چلا جائے گا معاملہ. تو ہم یہ کیا سمجھتے ہیں کہ ہم بات کر لیں ہماری چھٹی. تو کیا وہ لوگ دیندار نہیں تھے صحابہ کرام جو نہیں جا سکے؟ وہ 3 صحابہ جو اتنے بڑے مقام والے تھے وہ نہیں گئے. تو ان کے اللہ تعالیٰ کی طرف سے 50 دن تک ان کا سوشل بائیکاٹ کر دیا گیا, سب سے الگ کر دیا گیا, بھی بچوں سے بھی الگ کر دیا گیا. تو محترم بزرگ بھائیوں, ہم جو ہے یہ غلط فہمی پیدا ہو گئی مسلمانوں کے اندر, کیونکہ صحابہ کرام رضی اللہ عنہم کے زمانے میں ہر آدمی دین کی محنت کر رہا تھا. مہاجر صحابہ عام طور پر تجارت کرنے والے تھے, اور جو غریب تھے جن کے پاس پیسہ نہیں تھا وہ مزدوری کر لیتے تھے. انصار صحابہ کھیتی باغات والے تھے. تو ایسا نہیں تھا وہ خالی بیٹھے ہوئے تھے, ان کو کوئی کام نہیں تھا تو دین کی محنت کرتے تھے یا مسجد میں آ کے پڑے ہوئے تھے, بلکہ سب لوگ مشغول لوگ تھے, کاروبار والے تھے. جو ٹاپ 10 صحابہ ہیں, 10 مبشرہ, 10 صحابہ جن کو باضابطہ حضور صلی اللہ علیہ وسلم نے جنت کی بشارت دی نام کے ساتھ, یہ جنتی ہیں, یہ جنتی ہیں, یہ جنتی. 4 تو خلفائے راشدین ہیں اور باقی 6 اور ہیں. وہ سارے صحابہ تجارت کرنے والے تھے, ہے نا, بزنس کرنے والے تھے, تجارت کرنے والے تھے, وہ سارے صحابہ. اور حضرت علی رضی اللہ عنہ کبھی کبھی مزدوری بھی کر لیتے تھے. تو سب تاجر و مشغول لوگ ہیں, ایسے نہیں ہے کہ خالی لوگ ہیں, لیکن ہر آدمی ان میں دین کی محنت کر رہا تھا. تو اللہ تعالیٰ نے بتا دیا کہ دین کی محنت نہیں کرو گے تو کیا ہوگا, یہاں تک نتیجہ پہنچ جائے گا. اور یہ بھی بتایا, حدیث پاک میں آتا ہے کہ حضور صلی اللہ علیہ وسلم نے فرمایا کہ اللہ کا حکم ہے کہ اچھے کام کا حکم کرو, امر بالمعروف اور نہی عن المنکر کرو. کہیں ایسا نہ ہو کہ تم دعا مانگو دعا قبول نہ ہو, تو دعا قبول نہیں ہوگی. دین کی محنت آدمی نہیں کرے گا تو ایمان والوں کی دعا قبول نہیں ہوگی, ہے نا. اور بھی اللہ کے رسول صلی اللہ علیہ وسلم مثال دی, کشتی کی مثال دی کہ ڈبل ڈیکر ہے شپ, کشتی. اب اس میں اوپر کے حصے میں بھی ہے, نیچے کے حصے میں بھی لوگ ہیں. اب پانی لینے کے نیچے والوں کو اوپر جانا پڑتا ہے. وہ سوچیں کہ چلو اتنا کرنے کی کیا ضرورت ہے, یہاں پر پیندے میں بیس میں اس کے سوراخ کر لیں اور وہیں سے پانی ملے گا, اور اوپر جانا بھی نہیں پڑے گا, اوپر والوں کو بھی پریشانی نہیں ہوگی. اب وہ سوراخ کر لیں گے اور وہیں پانی نکل رہا ہے. اچھا, اوپر والے ہی سوچے کہ بھئی ہم لوگ سوراخ نہیں کر رہے ہیں, ہمیں ان سے کیا واسطہ, جو سوراخ کر رہے ہیں وہ جانے, ہم تو نہیں کر رہے ہیں. تو پھر کیا ہوگا, ہم سب جانتے ہیں پانی کشتی میں گھس جائے گا, پانی کشتی جو غرق ہوگی, نیچے والے تو ڈوبیں گے ہی, اوپر والے بھی نہیں بچ پائیں گے. تو ایسے ہی حضور صلی اللہ علیہ وسلم مثال دی, یہ پوری امت کی کشتی ہے. جب ایمان والے دین کی محنت کریں گے تو کامیاب ہوں گے, دعا قبول ہوگی, اللہ کی مدد آئے گی. اللہ کا وعدہ ان تنصروا اللہ ینصرکم, جو میرے دین کا کام کرے گا میں اس کی مدد کروں گا. تو اللہ تعالیٰ مدد کریں گے. ہم دین کا کام کتنا کریں گے, جتنے ہمارے بس میں ہے, جتنی ہماری بساط ہے, ہماری ریسورسز کیپیبلٹیز ہے, ہمارے وسائل ہیں, اتنی تو ہم کریں گے. لیکن اللہ تعالیٰ مدد کریں گے اپنی شان, اپنی قدرت کے مطابق, ہے نا. اور اللہ کا وثبت اقدامکم, حالات نہ سازگار ہوں گے تو اللہ تعالیٰ سازگار بنا دیں گے, ہے نا. جو کمی ہے سب پوری کر دیں گے. جیسے صحابہ کرام رضی اللہ عنہم اجمعین, وہ کہیں دنیا میں ان کا مقام نہیں تھا,
और उनको दुनिया का हीरो बना दिया। दुनिया में उनको जो है ना वो काबिल इत्तबा और दुनिया के लिए मिसाल बना दिया अल्लाह ताला ने कि देखो ये हैं। और मुसलमान तो के लिए तो हैं ही, गैरों ने भी कहा कि साहब ये काबिल इत्तबा लोग हैं और मिसाली लोग हैं ये। तो जब दीन की मेहनत होगी तो अल्लाह की मदद नुसरत शामिल हो जाएगी, है ना, और अल्लाह की मदद नुसरत से फिर हमारे काम बनेंगे। ബഹുമാനുള്ള സഹോദരന്മാരെ, തബൂക്കിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയുന്ന സംഭവമാണ്. 30,000 സഹാബാക്കളാണ് തബൂക്കിൽ പങ്കെടുത്തത്. അതിൽ വിട്ടുപോയ പിന്തിപ്പോയ 3 സഹാബാക്കളുണ്ട്. ആ 3 സഹാബാക്കളെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് ചരിത്രം അറിയാൻ സാധിക്കും. അവർ എന്തിൻ്റെ പേരിൽ പിന്തിയതാണ്? നമ്മൾ സാധാരണ ദീനിൻ്റെ പരിശ്രമത്തിൽ നമ്മൾ പറയുന്ന കാരണങ്ങൾ. ഒരാൾ സമ്പത്തിൻ്റെ പേരിൽ, മറ്റൊരാൾ കുറച്ച് കൂട്ടുകുടുംബാദികൾ വന്നിരുന്നു അതിൻ്റെ പേരിൽ, മൂന്നാമത്തെ ആൾ മടിയുടെ പേരിൽ. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നല്ല വേഗത്തിൽ ഓടുന്ന വാഹനമുണ്ട്, അത് എനിക്ക് പിന്നെ പോകാൻ സാധിക്കും, പിന്നെ പോവാം, പിന്നെ ചെയ്യാം. ഇങ്ങനെ 3 സഹാബാക്കൾ അവർ പിന്തിപ്പോയി. പിന്നെ അവർക്ക് തബൂക്കിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ കുറവിനെ അല്ലാഹു തആല ചെറുതായി കണ്ടില്ല. മുഴുവൻ ഉമ്മത്തിന് പാഠമാകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സഹാബാക്കളുടെ മുകളിൽ നടപടിയെടുക്കുകയുണ്ടായി. എന്താണ് നടപടിയെടുത്തത്? അവരെ ഏകദേശം 50 ദിവസത്തോളം ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു. സോഷ്യൽ ബോയ്ക്കോട്ട്, സാമൂഹിക ബഹിഷ്കരണം. അവരുമായി ഇടപാടുകൾ പാടില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അവസാനം അവരുടെ കുടുംബക്കാരെയും അവരിൽ നീക്കപ്പെട്ടു. അപ്പോൾ ആ സഹാബാക്കൾ പറയുകയാണ്, ഖുർആൻ ശരീഫ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഭൂമി വളരെയധികം ഇടുങ്ങിയതുപോലെ, വിശാലമാണ് ഭൂമി, പക്ഷെ ഞങ്ങൾക്കത് ഇടുങ്ങിയതുപോലെ തോന്നി. അവരുടെ ഉള്ളിലുള്ള ഭയം എന്തായിരുന്നു? അഥവാ ഈ സമയത്തെങ്ങാനും ഞങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുകളിൽ മയ്യിത്ത് നമസ്കരിക്കുകയില്ല. നബിതങ്ങൾ മയ്യിത്ത് നമസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ആരും ഞങ്ങളുടെ മുകളിൽ മയ്യിത്ത് നമസ്കരിക്കുകയില്ല. ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതായിരുന്നു ആ സഹാബാക്കളുടെ പേടി. ഇനി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ജീവിതകാലത്ത് വേറെ ഒരു സഹാബിയും ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. ഇതായിരുന്നു ആ സഹാബാക്കളുള്ളിൽ ഉണ്ടായിരുന്ന പേടി. സഹോദരന്മാരെ, ഈ സമയത്ത് ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ എത്രത്തോളം അവസ്ഥ എത്തി? ഒരു രാജാവ്, ഈസായിയായ ഒരു രാജാവ്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതിൽ കൂട്ടത്തിൽപ്പെട്ട സഹാബി. ഈ 3 സഹാബാക്കൾ, 2 സഹാബാക്കൾ ആരാണ്? അവർ ബദരീങ്ങളാണ്. ബദരീങ്ങൾ ഉമ്മത്തുകളിൽ ഏറ്റവും, സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾക്കാരാണ് ബദരീങ്ങൾ. അവരുടെ മുൻപിൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. പക്ഷേ ഈ വിഷയത്തിൽ വന്ന കുറവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? മുഴുവൻ ഉമ്മത്തിനും ഖിയാമത്ത് നാളെ വരെ മുഴുവൻ ഉമ്മത്തിനും പാഠമാക്കത്തക്ക രീതിയിൽ അല്ലാഹു തആല അവരുടെ മേൽ നടപടിയെടുക്കുകയുണ്ടായി. അങ്ങനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു രാജാവ്, ഇശായ രാജാവ്, അദ്ദേഹം കത്തെഴുതി ക്ഷണിച്ചുകൊണ്ട്, നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകാം, ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതിന് അതിൻ്റെ അർത്ഥം എന്താണ്? അത് കുഫറിലേക്കുള്ള ക്ഷണമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജാവ്, ആ രാജാവിൻ്റെ മതമാണ് ആ നാടിൻ്റെ മതം, സ്റ്റേറ്റ് റിലീജിയൻ അതാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾക്ക് ഒരു നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ജനങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നത്. കാരണം രാജാവിൻ്റെ തീരുമാനമാണ്, ആ നാടിൻ്റെ മതം രാജാവിൻ്റെ മതമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഏറ്റുമുട്ടേണ്ടി വന്നത്. ഈ അവസ്ഥയിൽ കുഫറിൻ്റെ ക്ഷണം പോലും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല നേടുകയുണ്ടായി. ഈ രീതിയിൽ ബഹുമാനമുള്ള സഹോദരന്മാരെ, ദീനിൻ്റെ പരിശ്രമത്തിൽ അല്പമായൊരു പിന്തിപ്പ് വന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സഹാബാക്കൾ ഇത്രയധികം എന്താക്കി? നടപടികൾ എടുക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതിൽ നിന്ന്? ദീനിൻ്റെ പരിശ്രമം അഥവാ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നമ്മളും ദീനിൻ്റെ പരിശ്രമത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ പിന്തിക്കുന്നത് പോലെ പിന്തിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാവും. എത്രത്തോളം ഒരു ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്, നിങ്ങൾ നന്മകളെ കൽപ്പിക്കുകയും തിന്മകളെ തടയുകയും ചെയ്യുന്ന ജോലി, ഉത്തരവാദിത്വം നിങ്ങൾ അഥവാ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? വഹിയുടെ ബർക്കത്ത് നഷ്ടപ്പെടും. നിങ്ങൾ ദുആ ചെയ്യും, നിങ്ങൾ കൂട്ടത്ത ആൾക്കാർ, പക്ഷേ നിങ്ങളുടെ ദുആക്കൾ എന്താകുകയില്ല? കബൂലാക്കപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വളരെയധികം എന്താണ്? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള മുന്നറിയിപ്പാണിത്. നിങ്ങളുടെ ദുആ കബൂലാക്കപ്പെടുകയില്ല. എന്തിൻ്റെ പേരിൽ? അഥവാ നിങ്ങൾ നന്മയെ കൽപ്പിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൂടി പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ഒരു കൂട്ടം ആൾക്കാർ ഒരു കപ്പലിൽ യാത്ര ചെയ്യാണ്. ഡബിൾ ഡെക്കർ കപ്പൽ. താഴത്തെ നിലയുണ്ട്, മുകളിലത്തെ നിലയുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിലേക്ക് പോകണം. അപ്പോൾ അവിടെ മനസ്സിൽ തോന്നലുണ്ടായി, എപ്പോഴെന്തിനാണ് മുകളിലേക്ക് പോയി വെള്ളത്തിന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? താഴത്തെ നിലയിൽ തന്നെ ചെറിയൊരു ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ, കപ്പലിൽ ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അകത്തുനിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി സാധിക്കും. കടലിലെ വെള്ളം തന്നെ മുകളിലേക്ക് പൊങ്ങി വരും, ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ആവശ്യം പൂർത്തിയാവും. ഇങ്ങനെ വിചാരിച്ചു ആദ്യം താഴത്തെ നിലയിലുള്ള ആൾക്കാർ.
അപ്പോൾ ഈ മുകളിലത്തെ ആൾക്കാർ വിചാരിച്ചു, മുകളിലത്തെ നിലയിലുള്ള ആൾക്കാർ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തോട്ടെ, അത് താഴ്ന്ന നിലയിലല്ലേ, അവരങ്ങനെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ആ കപ്പലിൽ വെള്ളം കയറി കഴിഞ്ഞാൽ താഴത്തെ ആൾക്കാരും നശിക്കും, മുകളിലത്തെ ആൾക്കാരും നശിക്കുന്നതാണ്, രണ്ടുപേരും നശിക്കുന്നതാണ്. ഇതേപോലെ സഹോദരന്മാരെ, ദീൻ്റെ പരിശ്രമം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വരുന്ന സമയത്ത്, നടപടികൾ വരുന്ന സമയത്ത് അത് അനുസരിക്കുന്നവരെയും അനുസരിക്കാത്തവരെയും പരിശ്രമം ചെയ്യാത്തവരെയും എല്ലാവരെയും എന്താണ് അത് ഒരുപോലെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദീൻ്റെ പരിശ്രമത്തെ നമ്മൾ ഉത്തരവാദിത്തമായി മനസ്സിലാക്കുകയും ആ പരിശ്രമത്തെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. ആ പരിശ്രമം ചെയ്തു കഴിഞ്ഞാലോ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉയർന്ന വാഗ്ദാനങ്ങളുമുണ്ട്. സഹാബാക്കളെക്കുറിച്ച് പറഞ്ഞു, സാബിഖൂനൽ അവ്വലൂൻ, എന്താണ് അവരുടെ മഖാമുകളെക്കുറിച്ച്, അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. എന്തിൻ്റെ പേരിലാണ് അവർക്ക് ഈ സ്ഥാനങ്ങളും മാനങ്ങളെല്ലാം സഹാബാക്കൾക്ക് അള്ളാഹു തആല നൽകിയത്? അത് നൽകാനുള്ള കാരണം അവർ ഈ പരിശ്രമത്തെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കുകയും ആ പരിശ്രമത്തെ അവർ ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിലാണ്. हम सब जानते हैं कि ईमान कबूल करने से पहले सहाबा और मक्के का क्या हाल था कि कोई उन पर हुकूमत करना पसंद नहीं करता था और हर तरह की जहालत भरी हुई थी उनके अंदर। और उसके बाद क्या हुआ, कितनी तब्दीली आई, हम सब जानते हैं कि अल्लाह ताला ने पूरी दुनिया के ऊपर जो है उनको गालिब कर दिया, है ना। अल्लाह की गैबी मनुसरत उनके साथ हो गई और सारे उनके मसले अल्लाह ताला ने हल कर दिए, है ना। हम बहुत मशहूर वाक़या है कि जब हुजूर सल्लल्लाहु अलैहि वसल्लम मक्के में मेहनत कर रहे थे तो हुजूर सल्लल्लाहु अलैहि वसल्लम के जो चचा थे अबू तालिब, ये ईमान तो कबूल नहीं किया था लेकिन हुजूर सल्लल्लाहु अलैहि वसल्लम के मेंटर थे, सपोर्टर थे और प्रोटेक्शन प्रोवाइड किए हुए थे, उसके प्रोटेक्शन दिए हुए थे हुजूर सल्लल्लाहु अलैहि वसल्लम को। और मक्के के कुफार मक्का को हिम्मत नहीं पड़ती थी कि हुजूर सल्लल्लाहु अलैहि वसल्लम पर हमला करें, अटैक करें। तो जब वो मर्दुल वफ़ात में थे, डेथ बेड पर थे और इंतकाल करीब था, तो कुफार मक्का उनके सरदार सब जमा हुए मक्के के और अबू तालिब के पास पहुँचे कि आप हमारे बड़े हैं और काबा के मुतवल्ली हैं, हमारे बड़े हैं, हमारे सरदार हैं, आप अपने भतीजे को बुलाएं और हमारे उनके दरमियान कॉम्प्रोमाइज़ करा दें, तस्फिया करा दें, सुलह सफाई करा दें, वरना आपके बाद बहुत खूनरेज़ी होगी, बहुत जंग होगी। तो हुजूर सल्लल्लाहु अलैहि वसल्लम को उन्होंने बुलवाया, अबू तालिब ने, हुजूर सल्लल्लाहु अलैहि वसल्लम के चचा ने, और कहा कि भतीजे देखो तुम्हारी कौम क्या कह रही है, कुछ तुम इनकी बात मान लो, कुछ ये तुम्हारी बात मान लें, कॉम्प्रोमाइज़ हो जाए, सुलह सफाई हो जाए, झगड़ा ख़त्म हो जाए। तो हुजूर सल्लल्लाहु अलैहि वसल्लम ने फरमाया कि ऐ मेरे चचा, मैं एक ऐसे कलमे को लेकर आया हूँ कि अगर ये लोग उसको कबूल कर लें तो सारे अरब इनके मोती हो जाएं, इनको अपना बड़ा मान लें, और सारे अजम, पूरे रेस्ट ऑफ द वर्ल्ड, पूरी दुनिया इनको जिजिया देने लगे, यानी पूरी दुनिया पर ये गालिब हो जाए। तो अबू जहल फ़ौरन उछल के खड़ा हो गया, कहा बताइए तो सही वो कलमा क्या है। एक कलमा नहीं, 10 कलमा मानने को तैयार हूँ। कलमा के मतलब 10 बात आपकी मानने को तैयार हूँ, आप बताइए तो सही कि पूरी दुनिया की चौधराहट मिल रही है, पूरी दुनिया का बड़ा बन जाऊँगा। तो फ़ौरन खड़ा हो गया। तो हुजूर ने फरमाया कि ला इलाहा इल्लल्लाह पढ़ लो, अल्लाह ताला तुम्हें कामयाब कर देगा। तो उन्होंने वो कहने लगे, अरे एक कलमे से क्या होगा, सारे माबूद का, सारे रब का, सारे इलाह का एक इलाह कर दिया, एक अल्लाह, तो उससे क्या कैसे होगा काम, एक अकेले अल्लाह कैसे कर पाएगा। क्योंकि वो मुशरिक थे, शिरक करते थे, 360 बुत रख रखे थे उन्होंने खाने काबा में, कि साहब जो है वो अल्लाह को तो मानते थे लेकिन कहते थे कि ये अल्लाह ताला के हेल्पर हैं, मददगार हैं, एक अकेले अल्लाह सारा काम कैसे कर लेगा। तो ये बुत उनकी मदद करने वाले हैं, अल्लाह की मदद करने वाले, इसलिए अल्लाह की ज़ात और सिफ़ात में शरीक करते थे, शिरक करते थे। तो उन्होंने कहा एक अल्लाह अकेले अल्लाह कैसे कर लेगा, और वो सब उठ के चले गए। तो उन्होंने हुजूर सल्लल्लाहु अलैहि वसल्लम की बात को अंडर एस्टिमेट किया, हल्का समझा कि भले इससे क्या होगा, एक कलमा पढ़ लेने से क्या होगा। लेकिन जो हुजूर सल्लल्लाहु अलैहि वसल्लम ने फरमाया था कि पूरी दुनिया पर अल्लाह ताला तुमको गालिब कर देगा, वो हुआ साहबा के साथ। साहबा ने जब ईमान को कबूल किया और इस ईमान के इस कलमे को लेकर खड़े हुए तो सारी दुनिया में अल्लाह ताला उनको गालिब कर दिया। उस ज़माने में जो बड़ी ताकतें थीं, ईरान की हुकूमत और रूम की हुकूमत, सब उनके कदमों में आ गई और कोई मुकाबला नहीं कर सका, क्योंकि अल्लाह की मदद का कोई मुकाबला नहीं कर सकता। जब अल्लाह ताला की मदद आ जाएगी तो किसी की कोई तदबीर कामयाब नहीं होगी।
اور اللہ تعالیٰ کا فیصلہ ہی غالب رہے گا اور اللہ تعالیٰ کے فیصلے ہی پر ہی عمل ہوگا. ബഹുമാന സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞൊരു കാര്യം വിട്ടുപോയതാണ്. സഹാബാക്കൾ ദീൻ്റെ പരിശ്രമം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും അവർ വേറെ ജോലിയൊന്നും ഇല്ലാത്തവരാണ്. സഹാബാക്കളുടെ മുഹാജിരീങ്ങൾ അവർ കച്ചവടക്കാരാണ് അധിക പേരും. ചിലർ അതിൻ്റെ കൂട്ടത്തിൽ കൂലിവേലയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സാധാരണക്കാരായ ആൾക്കാർ. അവർ ജോലിയും ഉത്തരവാദിത്തങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ആ സഹാബാക്കൾ ദീൻ്റെ പരിശ്രമം ചെയ്തത്. ഇനി അൻസാരികൾ ആരാണ്? അവർ പൊതുവെ കൃഷിക്കാരായിരുന്നു. ആ കൃഷിയുടെ കൂട്ടത്തിൽ അവർ ദീൻ്റെ പരിശ്രമം ചെയ്യുകയുണ്ടായി. അശറത്തുൽ മുബശ്ശിരീൻ 10 സഹാബാക്കൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കൾ. അതിൽ 4 പേര് അവരെ ഖുലഫാഉ റാഷിദീങ്ങളാണ്. ബാക്കി 6 പേര് ഇവരെല്ലാവരും ആരാണ്? കച്ചവടക്കാരാണ്. അതിൽ അലി റളിയല്ലാഹു തആല അൻഹു കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ എന്തും ചെയ്യുമായിരുന്നു. അവർ സാധാരണ ജോലി കൂലിവേലയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ആ സഹാബാക്കൾ ദീൻ്റെ പരിശ്രമത്തെ അവരുടെ കൂട്ടത്തിൽ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? ദീൻ്റെ പരിശ്രമത്തെ ഈ സഹാബാക്കൾ ചെയ്തതുപോലെ, സഹാബാക്കൾ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ചെയ്തതുപോലെ ഈ ദീൻ്റെ പരിശ്രമത്തെ അഥവാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ സഹാബാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നൽകുന്നതാണ്. സഹോദരന്മാരെ, ദീൻ്റെ പരിശ്രമം സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ്റെ പരിശ്രമം തുടങ്ങി. അപ്പോൾ ദീൻ്റെ പരിശ്രമം തുടങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായി. ആ സമയത്ത് മക്കയുടെ അവസ്ഥ എന്താണ്? ഒരു ജനങ്ങളും ഒരു രാജാവും ഭരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയം. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ്റെ പരിശ്രമത്തെ തുടങ്ങുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ്റെ പരിശ്രമത്തെ തുടങ്ങി, സഹാബാക്കൾ അനുസരിച്ചു. പക്ഷെ അവസാനം ഒരു കാലഘട്ടം എത്തി, ലോകം മുഴുവൻ അന്നത്തെ സൂപ്പർ പവേഴ്സ് അടക്കം അതെല്ലാം ഈ സഹാബാക്കളുടെ കീഴിൽ വരികയും ചെയ്യുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ്റെ പരിശ്രമം തുടങ്ങിയ സമയത്ത് നിബിധങ്ങൾക്ക് ഒരു വലിയൊരു താങ്ങും തണലുമായിരുന്നു അബൂ താലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് തങ്ങളുടെ ചാച്ചയായതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. അവരുടെ സർദാറാണ്, അവരുടെ നേതാവാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കാനോ മറ്റോ ആ ശത്രുക്കൾക്ക് എപ്പോഴും ഭയമായിരുന്നു അബൂ താലിബ് ഉള്ളതിൻ്റെ പേരിൽ. ഒരു പ്രാവശ്യം ശത്രുക്കളെല്ലാം കൂടി അബൂ താലിബിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മളൊരു കോംപ്രമൈസ് ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തോട് ഈ ബാക്കിയുള്ള വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കരുത്, എന്നിട്ട് ഏകതായ അള്ളാഹുലേക്കുള്ള ക്ഷണം അവസാനിപ്പിക്കാൻ വേണ്ടി പറയണം. ഞങ്ങളും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറയണമെന്ന് പറയേണ്ട അബൂ താലിബിനോട്. അപ്പോൾ അബൂ താലിബ് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയുണ്ടായി. എന്നിട്ട് അവരുടെ ഈ ആവശ്യം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അബൂ താലിബ് വെക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ ജനങ്ങൾ ഞാൻ ഈ പറയുന്ന ദഅവത്ത് അഥവാ സ്വീകരിക്കുകയാണെങ്കിൽ, അവർ അള്ളാഹുവിനെ അംഗീകരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഈ അറബും ഈ അജമും ഈ അറബികളും അനറബികളും എല്ലാവരും കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നൊരു കാലഘട്ടം വരും. ലോകം മുഴുവൻ ഈ ഇസ്ലാമിൻ്റെ കീഴിലാകും. അതിനുവേണ്ടി അവർ ഈ കലിമ സ്വീകരിക്കണം, ഈ കലിമ അവർ പറയണമെന്ന് പറയുകയുണ്ടായി. ഇത് കേട്ട സമയത്ത് അബൂജഹൽ കൂട്ടത്തിലുണ്ടായിരുന്നു. അബൂജഹൽ മനസ്സിലാക്കി, ഇത്രയും വലിയൊരു കാര്യം സംഭവിക്കാൻ വേണ്ടി പോകുന്നു, ലോകം മുഴുവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കീഴിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി അബൂജഹൽ ചോദിച്ചു, ആ കലിമ എന്താണെന്ന് ചോദിച്ചു. കാരണം അങ്ങനത്തെ 10 കലിമ വേണമെങ്കിൽ പറഞ്ഞാൽ എന്താ പ്രശ്നം? ലോകം മുഴുവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴിലാകുമല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. പക്ഷെ ആ സമയത്ത് അബൂജഹലും കൂട്ടരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? ഇല്ല, ഇത്രയധികം 360ഓളം വിഗ്രഹങ്ങൾ കാബയിലും പരിസരത്തുമായിട്ടുണ്ട്, എന്നിട്ട് ഇതിനൊക്കെ ഉപേക്ഷിച്ച് ഏകനായ അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കും എന്ന് പറഞ്ഞ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാനോ അനുസരിക്കാനോ തയ്യാറായില്ല. പക്ഷെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹാബാക്കളുടെ കാലഘട്ടം ആയപ്പോഴേക്ക് പിന്നെ ഒരു കാലഘട്ടം വന്നു. അന്നത്തെ ഏറ്റവും വലിയ പവറുകളായിരുന്ന റോമും പേർഷ്യയും ഇതെല്ലാം ഇസ്ലാമിൻ്റെ കീഴിൽ അല്ലാഹു തആല വരുത്തുകയുണ്ടായി. എന്തിൻ്റെ പേരിലാണ് അത് വന്നത്? അവർ ഈ ദീനിനെ പരിശ്രമം ചെയ്തു. ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കാലിൻ്റെ കീഴിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കി കൊടുക്കുകയും ചെയ്തു. मुहतरम भाइयों, तो अब हम देखें कि आज अल्लाह माफ़ फरमाए, हम भी अंडर एस्टिमेट कर रहे हैं दीन की मेहनत को, और हम समझ रहे हैं कि इससे क्या होगा. बहुत से लोग तो कह भी देते हैं कि कलमे नमाज से क्या होगा. हालांकि कलमे नमाज से तो वो हो जाएगा जो एटम बम से भी नहीं होगा. अगर आंधी तेज चले या बारिश बहुत होने लगे तो कलमे नमाज से तो रुक जाएगा, एटम बम से नहीं रुकेगा, है ना. और जो सुपर पावर है अभी जापान में हुआ, और सारे ताकत होने के बावजूद वो उसको रोक नहीं पाए, और कितनी तबाही फैली.
اور آئے دن سیلاب آتا رہتا ہے، سارے سپر پاور ہیلپ لیس ہو جاتے ہیں، کچھ نہیں کر پاتے ہیں. تو حضور صلی اللہ علیہ وسلم نے یہ فرمایا تھا کہ ایسے کلمے کو لے کر آیا ہوں کہ اس کے وجہ سے پوری دنیا میں غلبہ حاصل ہو جائے گا تمہارا، ہے نا. لیکن ہم سمجھتے ہیں کلمے نماز سے کیا ہوگا. حضور صلی اللہ علیہ وسلم نے تو نماز کی بھی شرط نہیں لگائی، صرف کلمے کی شرط لگائی. اس کلمے کو قبول کرو، اس کو لے کے کھڑے ہو جاؤ، اس کی محنت کرو، بس اللہ تعالیٰ تم کو ساری دنیا میں غالب کر دے گا. تو محترم بزرگوں بھائیوں، آج اسی لیے بار بار سمجھایا جا رہا ہے اور کہا جا رہا ہے. مولانا الیاس رحمۃ اللہ نے کوئی نئی بات نہیں شروع کی، اس بھولے ہوئے سبق کو یاد دلایا کہ اس امت کا کام کیا ہے. یہ امت جو ہے اس کو بھول چکی ہے. تو اسی لیے کہتے ہیں کہ مولانا الیاس رحمۃ اللہ علیہ فرماتے تھے کہ ہم نے تبلیغی جماعت نام نہیں رکھا، لوگوں نے کہنا شروع کر دیا. یہ تو ایسے ہی 10 آدمی جمع ہوئے، نماز کا وقت ہو گیا، جماعت سے نماز پڑھ لی. ایسے ہی یہ تو ہر امتی کا کام ہے، اس امت کے ہر فرد کا کام ہے. دین پر چلنا بھی ہے اور دین کی محنت بھی کرنی ہے نا. اس لیے مولانا الیاس رحمۃ اللہ فرماتے تھے یہ قرن اول کا ہیرا ہے، حضور صلی اللہ علیہ وسلم کے زمانے کا ہیرا، قیمتی چیز ہے یہ، کہ حضور صلی اللہ علیہ وسلم کے ذریعے سے اس امت کو ملا، دین کی محنت ملی، جس کی وجہ سے اللہ کی غیبی مدد نصرت اس کے ساتھ ہو جاتی ہے. جیسے صحابہ کو ساری دنیا میں اللہ تعالیٰ نے غالب کر دیا ہے نا، اور غیروں نے بھی اس کو قبول کیا. ایک فلپ ہتی ہے جس نے ہسٹری آف عربس لکھی کتاب ہے نا، اس میں صحابہ کے بارے میں لکھا ہے کہ عربیہ بیکیم نرسری آف ہیروز. ایسی تبدیلی صحابہ کے اندر. غیر مسلم لکھ رہا ہے کہ عرب جو ہے وہ نرسری بن گیا، ہیرو پروڈیوس کر رہا ہے، مثالی شخصیت ہے نا، ایسی شخصیت، قابل اتباع شخصیت، مثالی شخصیت. نرسری میں جیسے پودے ہوتے ہیں وہاں سے لا کے لوگ اپنے اپنے علاقوں میں لگاتے ہیں، ایسے ہی وہاں سے عرب سے صحابہ کی شکل میں لوگ نکلے اور ساری دنیا میں پھیلے. تو کہہ رہا ہے کہ عربیہ بیکیم نرسری آف ہیروز، ہیرو پیدا کر رہا وہ. اتنی بڑی تبدیلی ہو گئی ہے نا. تو حضور صلی اللہ علیہ وسلم نے فرمایا تھا کہ اس کلمے کو لے کے کھڑے ہو جاؤ، اس کلمے قبول کرو، اس کو لے کے کھڑے ہو جاؤ، ساری دنیا میں اللہ تعالیٰ غالب کر دے گا. لیکن ہم جو ہے ہم اس کو انڈر اسٹیمیٹ کر رہے ہیں، ہم ہلکا سمجھ رہے ہیں کہ کل اس سے کیا ہوگا، دین کی محنت سے کیا ہوگا. تو محترم بزرگ بھائیوں، اس کے ساتھ یہ ہوگا کہ اللہ کی غیبی مدد نصرت شامل ہو جائے گی، پھر اللہ کی غیبی مدد نصرت سے کام بنیں گے. اسی لیے ایک دفعہ مولانا یوسف رحمۃ اللہ علیہ سے لوگوں نے کہا کہ آپ کہتے ہیں کہ ایسا ہو جائے گا، ایسا ہو جائے گا، ایسا ہو جائے گا، کیسے ہوگا ایسا؟ تو مولانا یوسف رحمۃ اللہ نے فرمایا کہ میں یہ کہوں کہ میں کر دوں گا تب تو تعجب کی بات ہے. ہم تو کہہ رہے ہیں اللہ کر دے گا، اس میں کیا تعجب کی بات ہے؟ پہلے بھی ایسا ہی ہوا ہے. صحابہ کیا مقابلہ، کچھ نہیں تھا، دنیا میں کوئی حیثیت نہیں تھی، لیکن اللہ کی غیبی مدد نصرت ایسی آئی کہ ساری دنیا پر اللہ تعالیٰ نے ان کو غالب کر دیا. چنانچہ آتا ہے کہ جب ایران کا بادشاہ بھاگ کے شکست کھا کے ہار کے بھاگا تو اس نے ایک وفد کو، ایک ڈیلیگیشن کو چین کے بادشاہ کے پاس بھیجا. ایک ڈیلیگیشن اپنا ایک وفد بھیجا چین کے بادشاہ کے پاس کہ ہماری مدد کرو. تو چین کے بادشاہ نے کہا کہ ارے تم تو سپر پاور تھے، ایران کی حکومت 3,500 سال پرانی حکومت، ایسے زبردست، اور تمہارا کیا ہو گیا؟ یہ کیسے دیہات کے لوگ، جنگ ریگستان کے رہنے والے، یہ کیسے تم پر غالب آ گئے؟ کیا بات ہو گئی؟ ان کی کیا کوالٹیز ہیں، کیا صفات ہیں ان کے اندر؟ تو انہوں نے جو ڈیلیگیشن تھا انہوں نے صحابہ کی صفات بتائے کہ ان کی یہ کوالٹی ہے، رات کی عبادت کرنے والے، دن کے شہ سوار، اور ایسے ان کے اخلاق ہیں، اور ساری برابری ہے نا، اور سارے ان کی صفات بتائیں صحابہ کرام رضی اللہ عنہم اجمعین کی، کہ بڑے چھوٹے کوئی تمیز نہیں ہے، ایک ہی ساتھ نماز پڑھتے ہیں، اور جو رول ریگولیشن ہے بڑے کے لیے وہی چھوٹے کے لیے بھی ہے. ایوری بڈی از اکول، سب برابر ہے، کوئی ڈسکرمنیشن نہیں ہے. تو انہوں نے کہا کہ بھائی یہ ایسی صفات ہیں کہ ان کے ساتھ تو پہاڑ بھی اگر ٹکرا جائے ان کے مقابلے میں تو وہ بھی پاش ہو جائے گا، وہ بھی ٹکڑے ٹکڑے ہو جائے گا، پہاڑ بھی مقابلہ نہیں کر پائے گا. یہ ایسی کوالٹی کے لوگ ہیں. تو میری ایڈوائس ہے تمہارے بادشاہ کہ وہ ان سے صلح کر لیں، ان سے کمپرومائز کر لیں، ہے نا. اور انہوں نے کہا کہ حالانکہ میں اتنی بڑی فوج بھیج سکتا ہوں کہ پہلا آدمی ایران میں ہوگا اور آخری آدمی چین میں ہوگا، میں اتنی بڑی فوج بھیج سکتا ہوں، لیکن ان کا کوئی مقابلہ نہیں کر سکتا ہے. صحابہ کرام رضی اللہ عنہم کے بارے میں بتایا، ان کا کوئی مقابلہ نہیں کر سکتا ہے، ہماری فوج بھی کچھ نہیں کر پائے گی. تو تم اپنے بادشاہ سے کہو
कि इनसे अपना सुलह कर लें। तो मोहतरम बुजुर्ग भाइयों, गैरों को भी ये बात समझ में आ गई थी। तो आज ये इस भूले हुए सबक को याद दिलाया जा रहा है कि इस उम्मत का क्या मकसद है, अल्लाह ताला ने इस उम्मत को किस काम के लिए पैदा किया है। ये उम्मत आज फिर उठ जाएगी अपने असल काम पर, फिर अल्लाह की मदद नुसरत आ जाएगी। क्योंकि बीच का ज़माना ऐसा गुजरा है बहुत बड़ा। तो लोगों ने क्या समझा दीन पर चलने को कि हम इबादत कर लें, बस हमारी छुट्टी। भाई ये तो पिछली नबी की उम्मत के लिए था कि बात करने छुट्टी। इस उम्मत के ज़िम्मे दीन पर चलना भी है और दीन की मेहनत भी करनी है। दोनों काम है इस उम्मत के ज़िम्मे, है ना। सहाबा के ज़माने में, सहाबा जैसा मैंने अर्ज़ किया कि मुहाजिर अंसार सहाबा सब दीन का काम कर रहे थे, तिजारत कर रहे थे, खेती कर रहे थे, कारोबार धंधे थे, लेकिन दीन का काम हर एक आदमी कर रहा था। बीच का एक बड़ा पीरियड, ऐसा ज़माना ऐसा गुजरा कि जिसमें लोगों ने समझा कि दीन का काम करना उलमा किराम का काम है, मशाइख का, बुजुर्गों का काम है। अरे हम तो दुनियादार हैं, शैतान ये पट्टी पड़ा है कि तुम दुनियादार, कहाँ तुम इनसे जाओगे, तो उलमा का काम है, मशाइख का काम है, बुजुर्गों का काम है। तो ये शैतान ने समझाया, है ना। फिर अल्लाह ताला ने फिर इस ज़माने में, अब देखिए सारी दुनिया में दीन की मेहनत हो रही है, तो मौलाना इलियास रहमतुल्लाह अलैह ने उस भूले हुए सबक को याद दिलाया। इसलिए फरमाया ये काम तज़कीर है, याद दहानी, जस्ट टू रिमाइंड ईच अदर, एक दूसरे को याद दहानी कराना। वज़क्किर फ़इन्न ज़िक्रा तनफ़उल मुमिनीन, ये तज़कीर का काम है, याद दहानी का काम है कि हम अल्लाह के बंदे हैं, उसकी बंदगी करनी है, उसके हुक्म को फॉलो करना है, उसके हुक्म में चलना है, और हम हुजूर से उम्मती हैं, हुजूर वाला काम करना है। ബഹുമാനമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ സമയത്ത് ഈ കലിമ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കാലിൻ്റെ കീഴിൽ വരുമെന്ന് പറയുകയുണ്ടായി. പക്ഷെ അവരതിനെ പരിഗണിച്ചില്ല, അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇന്നും ഈ ദീൻ്റെ പരിശ്രമത്തിൽ കൂടി നമ്മോട് പറയുന്നതാണ് കലിമ ഒരു നമാസ്, നമസ്കാരവും കലിമയും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി എല്ലാറ്റിനേക്കാളും മുകളിലാണ്, ആറ്റം ബോംബിനേക്കാൾ മറ്റെല്ലാത്തിനേക്കാളും മുകളിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആകാശത്ത് മഴ പെയ്തു, ശക്തിയായി മഴ പെയ്തു, അത് നിർത്താൻ ആർക്ക് സാധിക്കും? പക്ഷേ ഒരു കലിമയുള്ളൊരു മൂമിൻ അവൻ നമസ്കാരത്തിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിർത്താൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ആകാശത്ത് തീരുമാനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ടതാണ്. ജപ്പാൻ ആകട്ടെ, ഏത് രാജ്യങ്ങളാകട്ടെ, ഏത് രീതിയിൽ കൂടി അതിനെ നിർത്താൻ ശ്രമിച്ചാലും ആർക്കും നിർത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു മൂമിനായ മനുഷ്യൻ്റെ ദുആ, മൂമിനായ മനുഷ്യൻ്റെ നമസ്കാരം, അതിൽ കൂടി ആകാശ ലോകത്ത് തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ കലിമയുടെയും നമസ്കാരത്തിൻ്റെയും ദഅവത്തുമായി നടക്കുന്ന ഈ ഒരു പരിശ്രമം, അതിനെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ വേണ്ടി പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തീരുമാനങ്ങൾ ആകാശ ലോകത്ത് എടുക്കാൻ വേണ്ടി താക്കത്തുള്ള, ലോകത്തെ നമ്മളുടെ കീഴിൽ കൊണ്ടുവരുന്ന വലിയൊരു ശക്തിയാണ് അള്ളാഹു സുബ്ഹാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പരിശ്രമത്തെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കണം. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും ഈ പരിശ്രമത്തെയാണ് പുതുതായി അദ്ദേഹം കൊണ്ടുവന്നൊരു സാധനമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു എന്താണ്, മറന്നുപോയ പാഠം, ബൂലാഹു സബക്കോ യാദിലാണ്, നമ്മൾ മറന്ന പഴയ പാഠത്തെ എന്താണ് അതിനൊന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ പരിശ്രമം. കർണെ അവൽ കാ ഹീറ ഹെ, ഏറ്റവും ആദ്യ കാലഘട്ടത്തിലെ മുത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് നൽകിയ മുത്താണ് ഈ ദീനിൻ്റെ പരിശ്രമം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് ഉണ്ടായിത്തരും. മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ പേരിൽ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുമായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന കാര്യം എങ്ങനെ സംഭവിക്കാനാ? അപ്പം ആ സമയത്ത് മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നല്ലോ പറയുന്നത്, ഞാൻ പറയുന്നത് എന്താണ്, അല്ലാഹ് ചെയ്യുന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിൻ്റെ പരിശ്രമം നടന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾ കാരണമായി ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങളെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ പേരിൽ ലോകത്ത് മാറ്റം ഉണ്ടാക്കുന്നതാണ്. ചരിത്രകാരന്മാർ സഹാബാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മുസ്ലിം എഴുതുകയുണ്ടായി, ആ സഹാബാക്കൾ, അറേബ്യ എന്തായിരുന്നു, ഇറ്റ് വാസ് എ നഴ്സറി ഓഫ് ഹീറോസ്. നമുക്കറിയാം സാധാരണ നഴ്സറികളിൽ ചെറിയ ചെറിയ ചെടികൾ ഉണ്ടാക്കി എന്ത് ചെയ്യും, ആൾക്കാർ ആ നഴ്സറിയിൽ വന്നിട്ട് ആ ചെടികൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ വളർത്തും എന്ന് പറഞ്ഞ പോലെ ആ അറേബ്യ അന്ന് എന്തായി, ലോകത്ത് മുഴുവൻ റോൾ മോഡൽസിനെ, ഹീറോസിനെ സപ്ലൈ ചെയ്യുന്ന സ്ഥലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു അറേബ്യയെ മാറ്റുകയുണ്ടായി. അത്ര വലിയ സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു തആല ആ സഹാബാക്കൾക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിൻ്റെ പരിശ്രമത്തെ നമ്മൾ ഉത്തരവാദിത്തമായി ചെയ്യണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പേരിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇറാൻ മുസ്ലിമീങ്ങളുമായി, സഹാബാക്കളുമായി ഏറ്റുമുട്ടി അവർക്ക് എന്താക്കാൻ സാധിച്ചില്ല, വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ ഇറാൻ ഏതാണ്, പേർഷ്യ ആരാണ്, ഏകദേശം 3500ഓളം വർഷം ഭരിച്ച അത്രയും വലിയ ശക്തിയുള്ള, അത്രയും വലിയ പാരമ്പര്യമുള്ള ശക്തിയാണ്. അപ്പോൾ അവരുടെ രാജാവ് ഡെലിഗേഷൻ അയച്ചു, ദൂതന്മാരയച്ചു. ആരിലേക്ക്? ചൈനയിലേക്ക്, സഹായത്തിന് വേണ്ടി. അപ്പോൾ ആ ചൈനയിലേക്ക് പോയതിന് ശേഷം
അവർ ചോദിച്ചു, നിങ്ങൾ ആരുമായാണ് ഏറ്റുമുട്ടിയത്? ഇപ്പം സഹാബാക്കളുമായി. ആരാണ് ഈ സഹാബാക്കൾ ഇത്ര വലിയ ശക്തിയുമായി ഏറ്റുമുട്ടുന്നത്? അവർ ഗ്രാമീണരാണ്, സാധാരണക്കാരാണ്, സാധാരണ ജോലി ചെയ്യുന്നവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടവും അതേപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അവരുമായി ഏറ്റുമുട്ടാൻ വേണ്ടി സാധിക്കുന്നില്ല. ആർക്ക്? ഈ ഇറാനികൾക്ക്. ഇപ്പോൾ ഇറാനിലെ രാജാവ് ദൂതന്മാരെ അയച്ചു. ആരിലേക്ക്? ചൈനയിലേക്ക്. അപ്പോൾ ആ ചൈനയിലെ രാജാവ് ചോദിച്ചു, നിങ്ങൾ അവരുടെ സഹാബാക്കളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത്, അവരെന്താണ്, അവരാരാണ്? അപ്പം ഈ ഇറാനിലെ ദൂതൻ്റെ സംഘം ഈ സഹാബാക്കളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അവർ രാത്രി സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്, അവർ സൂക്ഷിക്കുന്നവരാണ്, അവർ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, അവരാരുമായി അക്രമം ചെയ്യാത്ത ആൾക്കാരാണ്. ഇങ്ങനെ ധാരാളം ഗുണങ്ങളെക്കുറിച്ച്, സഹാബാക്കളുടെ സിഫാത്തുകളെക്കുറിച്ച് പറയുകയുണ്ടായി. ഉടനെ ആ ചൈനയിലെ രാജാവ് അദ്ദേഹത്തോട് മറുപടി പറയുകയുണ്ടായി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു വലിയ സംഘത്തെ അയക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ ആദ്യത്തെ ആള് ഇറാനിലാണെങ്കിൽ അവരുടെ അവസാനത്തെ ആള് ചൈനയിലായിരിക്കും. അത്രയും വലിയൊരു സംഘത്തെ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അയക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് അയച്ചതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം അവരൊരിക്കലും നിങ്ങൾക്ക് ഈ ഗുണങ്ങളുള്ള ഈ മനുഷ്യരെ അവരെ ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം അവരുടെ കൂട്ടത്തിൽ സഹായമുണ്ട്. അതുകൊണ്ട് ദീനിൻ്റെ പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ നമ്മുടെ കീഴിൽ അള്ളാഹു തആല ആക്കിത്തരും. ഇത് ഒന്നാമത്തെ കാര്യമാണ്. മറ്റൊരു കാര്യം, അള്ളാഹു തആല അവൻ്റെ ഗൈബി ആയിട്ടുള്ള സഹായത്തെ നമ്മളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഇറക്കിത്തരും. സഹാബാക്കൾക്ക് ഇറക്കിയതുപോലെയും അവർ മനസ്സിലാക്കിയതുപോലെയും. അവസാനമായി ആ ചൈനയിലെ രാജാവ് അവരോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ അവരുമായി എന്താക്കണം? സുൽഹിലേർപ്പെടണം, അവരുമായി സന്ധിയിലേർപ്പെടണം. കാരണം അവരുമായി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് സ്വന്തം ചരിത്രം സാക്ഷിയാണ്. ദീൻ്റെ പരിശ്രമത്തെ നമ്മൾ ഇന്ന് താഴ്ന്നു കണ്ടു, നമ്മൾ അതിനെ മനസ്സിലാക്കിയില്ല. ദീൻ്റെ പരിശ്രമം ഉത്തരവാദിത്തത്തോടു കൂടി മനസ്സിലാക്കുകയും അതിനെ അഥവാ നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾക്ക് ലോകത്തെ അവരുടെ കാലിൻ്റെ കീഴിലാക്കി കൊടുത്തതുപോലെ അല്ലാഹു തആല ആക്കി കൊടുക്കും. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ഗൈബി ആയിട്ടുള്ള ആകാശത്തു നിന്നുള്ള അള്ളാഹുവിൻ്റെ സഹായം തീർച്ചയായും നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും. मोहतरम भाइयों, अगर हम दीन की मेहनत करेंगे, अल्लाह की गैबी मदद नुसरत साथ हो जाएगी और उससे फिर हमारे काम बनेंगे. और इसीलिए मौलाना इलियास रहमतुल्लाह अलैह फरमाते थे कि ये जो है, ये काम जो है वो कद अव्वल का हीरा है. और ये फरमाते थे कि 4 महीने लगाए बगैर ये काम समझ में नहीं आएगा. जबकि उस ज़माने में 3 दिन की जमात बहुत मुश्किल से तैयार होती थी. उस ज़माने में भी फरमाते थे कि 4 महीने लगाए बगैर ये काम समझ में नहीं आएगा. तो मौलाना इलियास रहमतुल्लाह अलैह ने दीन की मेहनत कैसे की जाए उसका एक शरह और एक सिंपल गाइडेंस एक दे दी. जैसे हम कुरान पढ़ने से पहले हमारे इलाके में कायदा बगदादी पढ़ाया जाता है या सनल कुरान पढ़ाया जाता है बच्चे को कि इसको पढ़ लो फिर कुरान पढ़ना आसान हो जाएगा. ऐसे ही बताया कि इस तरह से दीन की मेहनत कर लो तो दीन की मेहनत करना आसान होगा, क्योंकि अल्लाह ताला ने इस उम्मत को इसी काम के लिए निकाला है. अब ये करना आसान हो जाए. और उखरियत नास कहा, सारी दुनिया के लिए निकाला है. इसलिए उलमा किराम ने बताया कि अगर आदमी अकेले इनफरादी तौर पर दीन की मेहनत करेगा तो सारी दुनिया में नहीं कर पाएगा. अगर इज्तिमाई तौर पर दीन की मेहनत करेगा तो सारी दुनिया के काम में उसका हिस्सा पड़ जाएगा. तो कैसे सारी दुनिया में दीन की मेहनत करना आसान हो जाए, इसके लिए बुजुर्गों ने तरीका बता दिया, भाई इस तरह से कर लो. तो मौलाना इलियास रहमतुल्लाह अलैह फरमाते थे कि 4 महीने लगाए बगैर ये काम समझ में नहीं आएगा, है ना. और हम समझते हैं कि भाई ठीक है, जितना भी हमने लगा दिया वो ठीक है. नहीं, ये तो क़यामत के दिन बहुत किया हुआ भी थोड़ा लगेगा. इसलिए इस बुजुर्गों ने फरमाया कि इस काम का थोड़ा भी बहुत है और बहुत भी थोड़ा है. थोड़ा भी करेगा क़यामत के दिन अजर व सवाब बहुत मिलेगा. अजर अजीम अल्लाह ताला ने कहा है. आदमी सोच भी नहीं सकता है कि दीन की मेहनत पर क्या अजर व सवाब मिलेगा. और क़यामत के दिन बहुत किया हुआ भी थोड़ा लगेगा. आदमी पछताएगा कि काश मैंने और किया होता, और किया होता, और किया होता. हमारे साथी करके दीन की मेहनत करके कहाँ से कहाँ पहुँच गए, कितना बड़ा मुकाम उनको मिल गया. और हम भी उन्हीं के साथ थे, हमारे रिलेटिव थे, रिश्तेदार थे, हमारे पड़ोसी थे, हमारे कुलीग थे, हमारे साथ काम करने वाले थे. और वो तो बहुत आगे निकल गए और हम रह गए. तो क़यामत के दिन बहुत किया हुआ भी थोड़ा लगेगा. इसे कहा गया इस काम का थोड़ा भी बहुत है और बहुत भी थोड़ा है.
സുഹൃത്തുമാരെ, അതുകൊണ്ട് ദീൻ്റെ പരിശ്രമത്തെക്കുറിച്ച് മൗലാന റഹ്മത്തുള്ളാഹി പറയുകയുണ്ടായി. ഇതെന്താണ്? ആദ്യ കാലഘട്ടത്തിലെ മുത്താണ്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, ഈ പരിശ്രമം മനസ്സിലാക്കണമെങ്കിൽ അതിലെ ആദ്യത്തെ പടി എന്താണ്? 4 മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യണം. ഏത് ജനങ്ങളോടാണ് പറയുന്നത്? ഒരു 3 ദിവസം പോലും പോകാത്ത ആൾക്കാരോട്. കാരണം സാധാരണ നമ്മൾ ഖുർആൻ ഒരാൾക്ക് ഓതണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി എന്താണ്? ഖായിദ പഠിക്കണം, അത് ഓതാൻ പഠിക്കണം. എന്ന് പറഞ്ഞ പോലെ ദീൻ്റെ പരിശ്രമത്തെ മനസ്സിലാക്കാനുള്ള ഒരു ആദ്യത്തെ പടിയാണ് 4 മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുക. ഈ പരിശ്രമം നമ്മൾ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഈ പരിശ്രമം എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഉഖ്രിയത്തുൽ ഇന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കും അയക്കപ്പെട്ടവരാണ് നമ്മൾ. മുഴുവൻ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരാൾ വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് എന്താണ്? ഒരു ജമാഅത്തായിട്ടുള്ളൊരു പരിശ്രമമാണ്, കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയുള്ള ഒരു പരിശ്രമമാണ്. അതുകൊണ്ടാണ് നമ്മളോട് ഇന്ന് ദീൻ്റെ പരിശ്രമത്തെ ഇന്ന രീതിയിൽ ചെയ്യണം നമ്മളോട് പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ പരിശ്രമം ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങൾ ലോകത്തെമ്പാടും നമ്മളുടെ സ്വന്തം ജീവിതത്തിലും അള്ളാഹുത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിശ്രമത്തെക്കുറിച്ച് പറയുകയുണ്ടായി, ഇസ് കാം കാ തോടാ ബി ബഹൂത് ഹേ ബഹൂത് ബി തോടാ ഹേ. ഈ പരിശ്രമത്തിൻ്റെ കുറച്ചും എന്താണ്? അത് വലുതാണ്. കാരണം നമ്മളൊരു ചെറിയ പരിശ്രമം ചെയ്തു, ദീൻ്റെ പരിശ്രമം ചെറിയൊരളവിൽ നമ്മൾ ചെയ്തു. നാളെ ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം കാണുന്ന സമയത്ത് അത് വലിയൊരു സമുദ്രമായിരിക്കാം. പക്ഷെ നമ്മൾ ഈ പരിശ്രമം കുറേ ചെയ്തു, വലിയ പരിശ്രമം ചെയ്തു. പക്ഷെ നാളെ ആഖിറത്തിൽ എത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് അത് ചെയ്തത് വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും എന്താണ്? ഈ പരിശ്രമത്തെ മനസ്സിലാക്കുകയും ഈ പരിശ്രമത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുകയും ഈ പരിശ്രമത്തിന് വേണ്ടി നമ്മളെ സ്വയത്തെ നമ്മൾ എന്താക്കണം? തയ്യാറാക്കുകയും ചെയ്യണം. तो मोहतरम तो इसी ज़िंदगी में करना, कोई दूसरी ज़िंदगी नहीं मिलेगी. और क़यामत के दिन पूरी ज़िंदगी का हिसाब देना है. पूरी ज़िंदगी किस चीज़ में लगाई, जवानी की सलाहियत कहाँ झोंक दी, माल कहाँ से कमाया, कहाँ खर्च किया, अपने इल्म में क्या अमल किया. ये 5 सवाल हैं जिसका हर शख्स को जवाब देना है. तो पूरी ज़िंदगी का सवाल होगा, पूरी ज़िंदगी कहाँ लगाई, हमने कहाँ लगाया, अभी सोच लें. जवानी की सलाहियत कहाँ झोंक दी, जवानी कहाँ लगा दी, अभी हम सोच लें. ये हिसाब देना है. हदीस पाक में आता है क़यामत के दिन हिसाब की जगह से आदमी के कदम हट नहीं सकते जब तक इन सवालों का जवाब न दे दे. तो इसी ज़िंदगी में मोहतरम बुजुर्ग भाइयों करना है. और क़यामत के दिन पूरी ज़िंदगी का हिसाब देना है. और कहा कि यौम-ए-दीन नईम, क़यामत दिन नेमतों का हिसाब होगा. अल्लाह ताला ने हमें नेमत दी है, जवानी दी है, सेहत दिया है, माल दौलत दिया है, ओहदा दिया है, पोजीशन दिया है. हमने इसको कितना दीन के लिए इस्तेमाल किया, एक क़यामत में दिन इसका ही भी हिसाब होगा. तो इसीलिए कहा जा रहा है कि हम इस वक्त को गनीमत समझे. किसी को कुछ पता नहीं कब अल्लाह के यहाँ से बुलावा आ जाए, आखिरत का सफ़र शुरू हो जाए. तो हम अभी जितना वक्त अल्लाह के रास्ते में जान माल हमारा लग जाएगा, वो हमारे लिए आखिरत का ज़ख़ीरा बन जाएगा, आखिरत में काम आएगा. और वो हमेशा हमको उससे फ़ायदा मिलता रहेगा. और अल्लाह ताला का इन अहसनतुम लिअन्फुसिकुम, जो भी नेकी करेगा वो अपने नफ्स को फ़ायदा पहुँचाने के लिए करेगा, किसी और का फ़ायदा नहीं, हमारा अपना फ़ायदा है. इसलिए भाई इरादा करें और अल्लाह के रास्ते में निकलने का इरादा करें कि 4-4 महीने अल्लाह के रास्ते में लगा के दीन की मेहनत को सीखना भी है और दीन को अपने अंदर लाना भी है. തയ്യാറാണോ എല്ലാവരും? ഇൻഷാ അല്ലാഹ്. പറഞ്ഞത് മനസ്സിലായോ? ലാസ്റ്റ് പറഞ്ഞത് ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞത് എന്തായാൽ മതി? മനസ്സിലായത്. എൻ്റെ സഹോദരന്മാർ, ഈ ദീൻ്റെ പരിശ്രമം ചെയ്യാനുള്ള സന്ദർഭം എപ്പോഴാണ്? നമ്മളുടെ ജീവിതകാലത്താണ്, അല്ലേ? പിന്നെ നമുക്ക് സന്ദർഭം കിട്ടുകയില്ല. നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. നിൻ്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു, നിൻ്റെ യൗവനം എങ്ങനെ ചെലവഴിച്ചു, നീ എങ്ങനെ സമ്പാദിച്ചു, നീ ആ സമ്പത്തിനെ എങ്ങനെ ചെലവഴിച്ചു, അതേപോലെ നീ അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു മനുഷ്യന് പോലും അവൻ്റെ കാൽപാദങ്ങൾ എന്താക്കാൻ സാധിക്കില്ല, അവൻ്റെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ദീൻ്റെ പരിശ്രമം ചെയ്യേണ്ട സമയം എപ്പോഴാണ്? നമ്മുടെ മരണത്തിന് മുമ്പാണ്. മരണം എപ്പോഴാണ് വരിക? ആർക്കും അറിയില്ല. നമ്മുടെ ആഖിറത്തിലേക്കുള്ള വിളി ഓരോ മനുഷ്യനും ആ ദിവസത്തെ കാണുക തന്നെ ചെയ്യും. ഓരോരുത്തരും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ജീവിതത്തെക്കുറിച്ച് അവൻ എന്താക്കണം? അവന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സമയം എപ്പോഴാണ്? മരണത്തിന് മുമ്പാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഈ പരിശ്രമത്തെ? സ്വന്തം നഫ്സ് അത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഈ പരിശ്രമം ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ പരിശ്രമത്തെ എന്താക്കണം? ഒരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ പ്രതിഫലത്തെ മനസ്സിലാക്കി, ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പുറപ്പെടാൻ വേണ്ടി യാത്ര ചെയ്യണം. അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പാണെന്ത്? 4 മാസം. അതുകൊണ്ട് എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. ഈ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ സദസ്സാണ് ഇൻഷാ അല്ലാഹ്.